ഈ ഉമ്മത്തിന്റെ ആശയ ആദർശങ്ങൾ ലോകത്ത് നിലനിർത്താൻ അള്ളാഹു സ്വീകരിച്ച ഷിആറുകൾ, അടയാളങ്ങൾ പല വിധത്തിലാണ്. ഒന്ന് വിശുദ്ധ ഖുർആനിന്റെ പാരായണം, അതിന്റെ പഠനം, അതിന്റെ ഗവേഷണം. മറ്റൊന്ന് ദീനിന്റെ ഷിആർ, വസ്ത്രമായി അണിയുന്ന പണ്ഡിതന്മാരുടെ, മുതഅല്ലിമീങ്ങളുടെ സാന്നിധ്യം, ദീനീ സ്ഥാപനങ്ങൾ, ഗ്രന്ഥരചനകൾ, ദീനിനെ കുറിച്ചുള്ള ചർച്ചകൾ. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് 5 നേരവും പള്ളി മുനാരങ്ങളിലൂടെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. സർവേശ്വരനായ സൃഷ്ടാവ് അല്ലാഹു അത്യുത്തമനാണ്. അല്ലാഹു അത്യുത്തമൻ തന്നെയാണ്, അവൻ അത്യുത്തമനാണ്. 4 തവണ അത് വിളിച്ചു പറഞ്ഞ് ആരാധനക്കർഹനായവൻ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും, മനുഷ്യ കണ്ണുകളെ സൃഷ്ടിച്ചത്, മനുഷ്യ മസ്തിഷ്കത്തെ, മനുഷ്യനെ പടച്ചത്, ചിന്തിക്കാൻ, സംസാരിക്കാനും ആർട്ടിക്കുലേറ്റ് ചെയ്യാനുമുള്ള കഴിവ് നൽകി മനുഷ്യനെ പൂർണ്ണ ജീവിയാക്കി സൃഷ്ടിച്ച സർവശക്തനായ അല്ലാഹു. ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. Nothing can impass him but he would impass everything. എല്ലാറ്റിനെയും ഉൾക്കൊള്ളാനും എല്ലാറ്റിനെയും കീഴ്പ്പെടുത്താനുമുള്ള അജയ്യമായ ശക്തിവിശേഷമുള്ളവൻ അല്ലാഹു മാത്രമാണ്. അവനാണ് ആരാധനക്കർഹനായവൻ. വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ സൃഷ്ടാവിന്റെ തീരുമാനങ്ങളെല്ലാം മനുഷ്യർക്ക് കൈമാറാൻ, മനുഷ്യരിൽ നിന്ന് മനുഷ്യർക്ക് വേണ്ടി അല്ലാഹു തെരഞ്ഞെടുത്ത പുണ്യപ്രവാചകനാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് ലോകത്ത് വിളിച്ചു പറയപ്പെടാത്ത ഒരു സെക്കൻഡും കഴിഞ്ഞു പോകുന്നില്ല എന്നതാണ് അത്ഭുതം. പള്ളി മുനാരങ്ങളിൽ നിന്ന് കേൾക്കുന്ന ഈ ശബ്ദബീജികൾ അതാദ്യമായി ലോകത്ത് വിളിച്ചു പറയാൻ ഭാഗ്യമുണ്ടായ ബിലാൽ ഇബ്നു റബാഹ്, റബാഹ് എന്ന പിതാവിനും ഹമാമ എന്ന ഉമ്മക്കും ജനിക്കാൻ മക്കക്കാരനായി ജനിച്ച മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. മദീനയുടെ മുഅദ്ദിനാണവർ ആയിരുന്നു. പിന്നീട് ഷാമിലേക്ക് ഹബീബിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഷാമിലേക്ക് പോവുകയും പിന്നീട് ഒരിക്കൽ മാത്രം മദീനയിൽ വന്നു പോവുകയും ചെയ്ത ആ ആദ്യ മുഅദ്ദിനിന്റെ ചരിത്ര വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കേണ്ടതുണ്ട്. മക്കയിലൊരു മുഅദ്ദിനുണ്ട്, മഹാനായ അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു. ബിലാൽ എന്നവർ മദീനയിലുള്ള പോലെ മക്കയിലെ മുഅദ്ദിനുണ്ട് അബൂ മഹ്ദൂറ. അവരെ നമുക്കൊന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. ഈ വാങ്കൊലിയുടെ വാക്കുകൾ ഒരു അത്ഭുതമുള്ള വാക്കുകളാണ്. വിശുദ്ധ ഖുർആനിന്റെ വാക്കുകൾ ഇറ്റ്സ് എ മിറക്കിൾ, അമാനുഷികമാണ്. മനുഷ്യർക്ക് അതിന് സമാനമായത് അറബ് ഭാഷ സംസാരിക്കുന്നവരോ അല്ലാത്തവരോ ആകട്ടെ, സംതിങ് കോമ്പിറ്റന്റ് ഖുർആൻ, ഖുർആനിനോട് തുല്യമായത് ലോകത്ത് ഒരാൾക്കും അവതരിപ്പിക്കുക സാധ്യമല്ല. അത് ചരിത്രം തെളിയിച്ച് പരാജയപ്പെട്ട ഒരു സംഭവമാണ്. വാങ്കൊലിയുടെ വാക്കുകളുടെ ചില അത്ഭുതങ്ങൾ നമ്മൾ ഇന്ന് കാണാനിരിക്കുകയാണ്. അല്ലാഹു അക്ബർ എന്ന അല്ലാഹു എന്ന വാക്കിൽ തുടങ്ങി അല്ലാഹു എന്ന വാക്കിൽ അവസാനിക്കുന്നതാണ് വാങ്ക്. കാരണം അവസാനത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, തുടങ്ങിയത് അല്ലാഹ്, അവസാനിക്കുന്നതും അല്ലാഹ്. ഈ വാങ്കൊലി അല്ലാഹുവിന്റെ ലക്ഷ്യമല്ലാതെ മറ്റൊന്നും അത് വിളിക്കുന്നവർക്കോ അതിന്റെ ആശ്രിതർക്കോ അതിന്റെ വിശ്വാസികൾക്കോ ലക്ഷ്യം അല്ലാഹു മാത്രമായിരിക്കണം എന്ന് നമ്മൾ അറിയാതെ നമ്മൾ ഉത്ബോധിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് അല്ലാഹുവിൽ തുടങ്ങി അല്ലാഹുവിൽ അവസാനിക്കുന്ന വാക്കുകൾ. അതിന്റെ അവസാനത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ വിശ്വാസ ആദർശത്തിന്റെ ഒരു മഹാത്ഭുതമുണ്ട്. ഖുർആൻ അത്ഭുതങ്ങളുടെ കലവറയാണെന്ന് പറയുമ്പോൾ അത്ഭുതങ്ങൾ പലവിധമാണ്. ഖുർആനിന്റെ വാക്കുകളിൽ അത്ഭുതമുണ്ട്. നമ്മൾ അതിന്റെ റിട്ടോറിക് ബ്യൂട്ടി ഓഫ് ഖുർആൻ അല്ലെങ്കിൽ ദ റിട്ടോറിക് മിറക്കിൾ ഓഫ് ഖുർആൻ എന്ന് പറയാം. ഖുർആനിന്റെ പദാവലികളിൽ അത്ഭുതങ്ങളുണ്ട്. ദ ലിംഗ്വിസ്റ്റിക് മിറക്കിൾ ഓഫ് ഖുർആൻ. ഖുർആനിന്റെ വാക്കുകൾ
ആധുനിക ലോകത്തിന്റെ ലാംഗ്വേജായ മാത്തമാറ്റിക്സുമായി, നമ്പറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനെ നാം ദ ന്യൂമറിക് വണ്ടേഴ്സ് ഓഫ് ഖുർആൻ എന്ന് വിളിക്കും. ഖുർആനിലെ അക്കങ്ങളുമായി ബന്ധപ്പെട്ട അത്ഭുതങ്ങളെന്ന്. ഇങ്ങനെ പലവിധ അത്ഭുതങ്ങളുടെ സമഞ്ജസമേളനമാണ് വിശുദ്ധമായ ഖുർആൻ. അള്ളാഹുവിന്റെ വചനങ്ങൾ അങ്ങനെയാണ്. വാങ്കുലിയുടെ വചനങ്ങൾ പോലും വഹയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബിമാർ സ്വപ്നം കാണുകയാണ് ഉണ്ടായത്. മദീനയിലേക്ക് സ്വഹാബിമാർ വന്നതിന് ശേഷം മുസ്ലിമീങ്ങളുടെ ആരാധനാ സമയം നമ്മൾ എങ്ങനെ വിളിച്ചു പറയണം, ആളുകളെ ഇബാദത്തിന് എങ്ങനെ വിളിച്ചറിയിക്കണം, ആ ഒരു ആശയം സ്വഹാബത്തിനിടയിൽ ചർച്ച നടക്കുമ്പോഴാണ് ഒരുപാട് ആളുകൾക്ക് ഒരു രാത്രി സ്വപ്ന ദർശനം ഉണ്ടാകുന്നത്. ആരൊക്കെയോ വന്ന് പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങൾക്ക് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൂടെ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വഹാബിമാർക്ക് മുഴുവനുണ്ടായ അത്ഭുതം ഇവരൊക്കെ കണ്ടത് ഈ വാക്കുകളാണ്. ഓരോരുത്തരും ഓടി വന്നു, നബിയെ, ഇന്നലെ ഞങ്ങളൊരു സ്വപ്നം കണ്ടു നബിയെ. ആരൊക്കെയോ വന്ന് ഞങ്ങളോട് പറയുന്നു നിങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയണമെന്ന്. ഉമർ തങ്ങൾ ഓടി വന്നു, നബിയെ, ഞാനും അത് കണ്ടു. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങൾ, ഞാനും കണ്ടു നബിയെ. സയ്യിദ് ഇബ്നു ഹാരിസ, ഞാനും കണ്ടു നബിയെ. ഓരോരുത്തരും ഓടി വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന് തങ്ങൾക്ക് വിവരം ലഭിച്ചു, ഇത് വഹയാണ്. അല്ലാഹു അവനുദ്ദേശിക്കുന്നത് ഈ വാക്കുകൾ വിളിച്ചു പറയപ്പെടാനാണ്. പരാശ്രയ മഹർഷിയുടെ പുത്രൻ വ്യാസ മഹർഷി ഭാരതത്തിൽ ജനിക്കുന്നത് മുത്തുനിബിതങ്ങൾ അറേബ്യയിൽ ജനിക്കുന്നതിന്റെ 2000 വർഷങ്ങൾക്ക് മുമ്പാണ്. അദ്ദേഹത്തിന്റെ വരാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വ്യാസമഹർഷിയുടെ പരാമർശങ്ങളുള്ള ഭവിഷ്യൽ പുരാണം നമ്മൾ ഒരുപാട് കേൾക്കുന്നവരാണ്. അതിൽ 2000 വർഷങ്ങൾക്ക് ശേഷം ജനിക്കാൻ പോകുന്ന ഒരു അന്ത്യപ്രവാചകനെയും ആ പ്രവാചകന്റെ അനുയായികളെയും മഹർഷി മനോഹരമായി വിശദീകരിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്റെ പേര് മുഹമ്മദ്. പ്രവാചകന്റെ പിതാവിന്റെ പേര് ദേവദാസൻ, സത്യവതി എന്ന മാതാവ് എന്നൊക്കെ ആമിന എന്ന വാക്കിന്റെ അർത്ഥവും അബ്ദുള്ള എന്ന നബിയുടെ പിതാവിന്റെ വാക്കിന്റെ അർത്ഥവും എടുത്തു നോക്കിയാൽ അത് മുഹമ്മദ് നബി തങ്ങളല്ലാതെ മറ്റാരുമല്ല. അവരുടെ അനുയായികൾ മുസലൈ എന്നറിയപ്പെടും. അവർ ആരാധനയ്ക്ക് വേണ്ടി ശംഖ് വിളിക്കുകയോ ചെണ്ട കൊട്ടുകയോ ഇല്ല. അവർ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നവരാണ്. അവർ സത്യത്തിന് വേണ്ടി ധർമ്മ സമരം ചെയ്യുന്നവരാണ്. അവർ പന്നിമാംസം കഴിക്കുകയില്ല. അവർ മാംസബുക്കുകളാണ്. അവർ ചേലാക്രമം ചെയ്യുന്നവരാണ്. അവർ ശരീരം വൃത്തിയായി സൂക്ഷിക്കുന്നവരാണ് എന്ന് തുടങ്ങി മുസ്ലിമീങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ, മുസ്ലിമീങ്ങൾക്ക് അന്ത്യപ്രവാചകരായി വന്ന മുത്തുനിബിതങ്ങൾ അറേബ്യയിൽ സിംഫാല മരുഭൂമി എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച അറേബ്യയിൽ ജനിക്കുന്നതിന്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ആർഷഭാരതത്തോട് പറഞ്ഞു പോയിട്ടുണ്ട്, ഇവിടെ വാങ്കുലി മുഴങ്ങാൻ പോകുന്നുണ്ട് എന്ന്. അവരാരാധനയ്ക്ക് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നവരാണ്. ആരാധനയുടെ വാങ്കുലി ഇന്ന് ലോകത്തിന്റെ എല്ലായിടങ്ങളിലും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതാരുടെയും അസ്വസ്ഥത കെടുത്തുവാനോ ആരെയെങ്കിലും അസ്വസ്ഥരാക്കുവാനോ ഉള്ളതല്ല. പ്രപഞ്ച സൃഷ്ടാവിന്റെ നാമം ഉയർത്തപ്പെടട്ടെ. ഈ പ്രപഞ്ചം പടച്ചവൻ, നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ എത്ര ആദരിക്കുന്നവരാണ്. സ്വന്തം ജനനത്തിന് കാരണക്കാരാണവർ. അവരാണോ നമ്മെ ജനിപ്പിച്ചത്? അല്ല, ജനിപ്പിച്ചത് സൃഷ്ടാവാണ്. ആ സബബുകളെപ്പോലെ നമ്മൾ ഇത്ര ആദരിക്കുന്നുവെങ്കിൽ ആ സൃഷ്ടിപ്പ് നടത്തിയ പടച്ചതമ്പുരാനെ മനുഷ്യൻ മറക്കാൻ പാടുള്ളതോ? അത് മനുഷ്യനെ 5 നേരം ആവർത്തികളായി ലോകത്ത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നബിയെ, അങ്ങയുടെ സ്ഥാനം നാം ഉയർത്തിയിരിക്കുന്നു നബിയെ എന്ന് പരിശുദ്ധ ഖുർആൻ. എന്താണ് ഈ വാങ്കുലി? എന്താണ് ഈ വിളിച്ചു പറയുന്നത്? നമ്മുടെ മസ്ജിദുകൾ പ്രതിനിധാനം ചെയ്യുന്നത് എന്താണ്? കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ 1-2 ആഴ്ച, ഏതാനും ദിവസങ്ങളായി നമ്മൾ ന്യൂസിലാൻഡിലെ ക്രൈസ്റ്റ് ചർച്ച് കൊലപാതകത്തിന്റെ ആ ഒരു ഭീതിയിലും നടുക്കുന്ന ഓർമ്മകളിലുമായിരുന്നു. ആ ഒരു വാങ്കുലി ശപിക്കാൻ ഇന്ന് നൂറുകണക്കിന് ആളുകൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. 50 ആളെ, 49 ആളെ, 50 ആളെ
ജീവൻ നശിപ്പിക്കാൻ ഒരു അക്രമിക്ക് സാധിച്ചുവെങ്കിൽ ആ 50ന്റെ പിറകിൽ 5000-ഓളം ആളുകൾ അതിലപ്പുറം വിശുദ്ധ ദീൻ ഞങ്ങൾക്കൊന്ന് പഠിക്കണം എന്ന് പറഞ്ഞ് ആ പള്ളിയുടെ പരിസരങ്ങളിൽ ഒത്തുകൂടുന്നതാ നാം കാണുന്നത്. ന്യൂസിലാൻഡിന്റെ ജനതയോട്, അവിടുത്തെ സർക്കാർ സംവിധാനത്തോട്, അവിടുത്തെ പാർലമെന്റ് അംഗങ്ങളോട് നമുക്ക് എന്തെന്നില്ലാത്ത ബഹുമാനം തോന്നുകയാണ്. ഇത്രയും സന്മനസ്സുള്ള, ദയാവായ്പുള്ള, അക്രമത്തിന് വിധേയമായ ഒരു സമൂഹത്തിന്റെ പക്ഷം ചേർന്ന് നിന്ന് പാർലമെന്റ് ആരംഭിക്കുന്നത് പോലും വിശുദ്ധ വചനങ്ങൾ ചൊല്ലി അവിടുത്തെ പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും ഉത്തരവാദപ്പെട്ട ആളുകളും മുസ്ലിം ഉമ്മത്തിന്റെ പക്ഷം ചേർന്ന് നിന്ന് അവരുടെ വിശുദ്ധ ഗ്രന്ഥത്തിലെ ആശയങ്ങളും വാക്യങ്ങളും ഉച്ചരിച്ച് ആരംഭിക്കുന്ന ഔദ്യോഗിക നടപടികളാണ് നമ്മൾ കണ്ടത്. ഇത് ന്യൂസിലാൻഡിലെ മനുഷ്യരുടെ ഹൃദയശുദ്ധിയാണ് ആദ്യം വിളിച്ചറിയിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അവർക്ക് ദീനിലേക്കുള്ള ഹിദായത്തിന്റെ വഴി അല്ലാഹു തുറന്നു കൊടുക്കട്ടെ. ഇസ്ലാം ജിന്ദ ഹോത്താ ഹെ ഹർ കർബല കെ ബാദ്, ഖത്ലെ ഹുസൈൻ ദർ അസ്ൽ മർഗെ യസീദ് ഹെ, ഇസ്ലാം ജിന്ദ ഹോത്താ ഹെ ഹർ കർബല കെ ബാദ്. മഹാനായ മുഹമ്മദ് അലി ജൗഹറിന്റെ മഹത്തരമായ ഇന്നും ജീവിച്ചിരിപ്പുള്ള ആശയമാണത്, കവിതയാണത്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകത്തിൽ ഹുസൈൻ എന്നവരുടെ മരണമല്ല സംഭവിച്ചത്, ഹുസൈൻ എന്നവരുടെ ഘാതകനാണ് അവിടെ മരിച്ചത്. ഇസ്ലാം ജിന്ദ ഹോത്താ ഹെ ഹർ കർബല കെ ബാദ്. ഓരോ കൊലപാതകങ്ങൾക്ക് ശേഷവും, ഓരോ നരനായാട്ടുകൾക്ക് ശേഷവും, ഓരോ നരഹത്യകൾക്ക് ശേഷവും ഇസ്ലാം ജീവിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞ ആ മഹാനുഭാവൻ അന്ത്യവിഷമം കൊള്ളുന്നത് മസ്ജിദുൽ അഖ്സായുടെ മുമ്പിലാണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഇസ്ലാം ജിന്ദ ഹോത്താ ഹെ ഹർ കർബല കെ ബാദ്. ഓരോ കർബലയ്ക്ക് ശേഷവും ഇസ്ലാം ലോകത്ത് പുനർജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതാർക്കും തച്ചുടക്കാൻ കഴിയുന്നതല്ല. അത് സാധ്യമായിരുന്നുവെങ്കിൽ അക്രമികൾ ഈ സമൂഹത്തെ എന്നോ ലോകത്തുനിന്ന് തുടച്ചു മാറ്റിയേനെ. പക്ഷേ ഇത് മനുഷ്യകരങ്ങളാൽ നിർമ്മിതമല്ല ഈ മതം, ഇത് സൃഷ്ടാവിൻ്റെതാണെന്ന് 1000 തവണ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആധുനിക സംഭവ വികാസങ്ങളൊക്കെയും. ഈ ഉമ്മത്തിന്, ലോക മനുഷ്യർക്ക്, ലോകരാജ്യങ്ങളിൽ ലോക മനുഷ്യർക്ക് മുഴുവനും സൃഷ്ടാവായ അല്ലാഹു മനസ്സമാധാനം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ചർച്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം ഇസ്ലാമിന്റെ വാങ്കുലി ഉയരാൻ പോവുകയാണ്. ആ വാങ്കുലിയുടെ ആദ്യ നാളം മുഴക്കാൻ ഭാഗ്യമുണ്ടായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു കഅബാലയത്തിന്റെ പതനം ആഗ്രഹിച്ചു വന്ന അബ്രഹായുടെ ആ ഒരു ആനപ്പടയുടെ ചരിത്രം നമുക്കറിയാം. ആമുൽ ഫീൽ കഴിഞ്ഞ് 3 ആണ്ടുകൾ കഴിഞ്ഞ് മക്കയിൽ ജനിക്കാൻ പോകുന്ന മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു 67 വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞ മഹാനുഭാവൻ. ഷാമിലെ ഡമസ്കസിലെ അൽ മഖ്ബറത്തു സുഗ്റയിൽ അതിന്റെ ആദ്യ ഭാഗങ്ങളിൽ അന്ത്യവിഷമം കൊണ്ട് കിടക്കുന്ന ബിലാൽ ഇബ്നു റബാഹ്. ഏത് രാജ്യക്കാർക്കും, ഏത് കൊച്ചുകുട്ടിക്കും അറിയുന്ന ഒരു പേരാണത്. ആരാണ് ഈ ദീനിന്റെ വാങ്കുലി ആദ്യം മുഴക്കിയത്? ബിലാൽ ഇബ്നു റബാഹ് എന്നവരെ അബ്ദുല്ലാഹി ഇബ്നു ജദ്ആൻ എന്ന് പറയുന്ന മക്കക്കാരുടെ കൈയടിഞ്ഞ് മക്കക്കാരെ മനുഷ്യരെ സഹായിച്ചിരുന്ന ധർമ്മിഷ്ഠനായ അബ്ദുല്ലാഹി ഇബ്നു ജദ്ആനിന്റെ ആട്ടിൻ പറ്റങ്ങളെ മക്കയിൽ മേച്ചു നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ചെറിയ ഗുഹക്കകത്ത് 2 ആളുകൾ ഇരിപ്പുണ്ട്. അത് ഹിജറയുടെ സമയത്ത് ഥൗർ ഗുഹയിലുള്ള ഇരുത്തമല്ല, അതിൻ്റെയൊക്കെ മുമ്പ് മക്കയിലെ ആദ്യകാലങ്ങളിൽ ഇസ്ലാം നിബിതങ്ങൾക്ക് നൽകപ്പെടുകയും പ്രവാചകർ നബിയായി നിയുക്തരാവുകയും ചെയ്തതിൻ്റെ ആദ്യ മാസങ്ങളിലെ മക്കയിലെ ഒരു കൊച്ചു ഗുഹയിൽ നിബിതങ്ങളും ശുദ്ധീകരിക്കുന്നവരും ഒരുമിച്ചിരിക്കുകയാണ്. ആ വഴിക്ക് അബ്ദുല്ലാഹി ഇബ്നു ജദ്ആനിന്റെ ആട്ടിൻ പറ്റങ്ങളുമായി ഒരു അടിമ ആ വഴിക്ക് കടന്നു പോകുന്നു. മഹാനായ നിബിതങ്ങൾ ചോദിച്ചു, യാ റാഇ ഹൽ മിൻ ലബൻ, ഏ ആട്ടിടയ, നിങ്ങളുടെ കയ്യിൽ പാലുണ്ടോ, കുടിക്കാൻ പാലുണ്ടോ നിങ്ങളുടെ ആട്ടിൻ പറ്റങ്ങളിൽ എന്ന് ചോദിച്ചു. ബിലാൽ ഇബ്നു റബാഹാണ് അത് റളിയല്ലാഹു അൻഹു, അന്ന് മുസ്ലിമായില്ല. മാലി ഇല്ലാ ഷാതുൻ മിൻഹാ ഖൂതി, എനിക്ക് ഭക്ഷണമായി, എനിക്ക് കുടിക്കാനുള്ള പാലുള്ള ഒരു ആടല്ലാതെ മറ്റൊന്നും എൻ്റെ കയ്യിലില്ല. അത് മുഹമ്മദ് നബി തങ്ങളാണ് ചോദിച്ചത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് കൂടെയുള്ളത്.
ഫഇൻ ശിഅ്തുമാ ആസർതുകുമാ ബിലബനിഹൽ യൗം. നിങ്ങൾ രണ്ടുപേരും വിശന്ന് ദാഹാർത്തരായി നിൽക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇന്ന് എനിക്ക് കുടിക്കാനുള്ള പാല്, ആ ആടിനെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് കുടിക്കാൻ തരാം. എൻ്റെ ഓഹരി നിങ്ങൾ ഇന്ന് കുടിച്ചോളൂ. ഞാൻ ഇന്ന് പട്ടിണി കിടന്നേക്കാം, നിങ്ങൾ കുടിച്ചോളൂ. ബിലാലെ, നിങ്ങൾ ആ ആടിനെ കൊണ്ടുവരൂ. ആടിനെ കൊണ്ടുകൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖഅബിഹി, ഒരു പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു നബി തങ്ങൾ. ആ ആടിന്റെ അകിടിൽ പരിശുദ്ധമായ കരങ്ങളാൽ തടവുന്നു, എന്തൊക്കെയോ ചൊല്ലുന്നു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആടിനെ പാല് കറക്കാൻ തുടങ്ങി. ആ പാത്രം നിറയെ പാല് നിറഞ്ഞു. മുത്തുനബി തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുടിക്കാൻ കൊടുത്തു. പ്രവാചകരും കുടിച്ചു. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ബിലാലെ, നിങ്ങളും കുടിച്ചോളൂ. എന്നിട്ട് ആടിനെ വിട്ടയച്ചു. അകിട് നിറയെ പാലുണ്ട്. സമൃദ്ധമായ അകിടുമായി ആ ആട്ടിൻ സംഘത്തെയും കൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു പോകാനിരിക്കുമ്പോൾ നബി തങ്ങൾ ഒരു ചോദ്യം ചോദിക്കുന്നു. അബ്ദുല്ലാഹ് ഇബ്നു ജദ്ആൻ 100ഓളം അടിമകൾ ഉണ്ടായിരുന്ന മക്കയിലെ പ്രമാണിയാണ്. ആ 100ഓളം അടിമകളിൽ 99 പേരെയും മക്കയിൽ നിന്ന് നാടുവിട്ടു പോകാൻ വേണ്ടി പറഞ്ഞു. ഇസ്ലാം മക്കയിലേക്ക് വന്നപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു ഒഴികെ ഒരടിമയാണ് ഇനി ബാക്കിയുള്ളത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ചോദ്യം, ഹല്ലക ഫിൽ ഇസ്ലാം ഫഇന്നീ റസൂലുള്ളാഹ്. ബിലാലെ, ഇസ്ലാം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഞാൻ അല്ലാഹുവിന്റെ തിരുദൂതരാണ്. അത്രേ പറഞ്ഞുള്ളൂ. ഇസ്ലാം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഞാൻ അല്ലാഹുവിന്റെ തിരുദൂതരാണ്. പറയണം നബിയേ, അങ്ങ് പറഞ്ഞു തരൂ, മുസ്ലിം ആവാൻ അങ്ങയുടെയും അങ്ങയുടെ കൂട്ടുകാരനും കൊണ്ടു നടക്കുന്ന വളരെ മനോഹരമായ വിശ്വാസ ദർശനങ്ങളിലേക്ക് കടന്നു വരാൻ ഞാൻ എന്താണ് പറയേണ്ടത്? ഖുൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ഫഅസ്ലമ, അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിക്കുകയാണ്. ഒരൊറ്റ ചോദ്യമേ ചോദിച്ചിട്ടുള്ളൂ, ഹല്ലക ഫിൽ ഇസ്ലാം ഫഇന്നീ റസൂലുള്ളാഹ്. മുസ്ലിം ആവണമെന്ന് തോന്നുന്നുണ്ടോ ബിലാലെ? ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. പിന്നെ തെളിവ് ചോദിച്ചിട്ടില്ല അവിടെ. പിന്നെ എന്തെങ്കിലും അത്ഭുതങ്ങൾ കാണണമെന്ന് ചോദിച്ചിട്ടില്ല. പ്രവാചകരെ കണ്ട് പരിചയമുണ്ട്. പ്രവാചകരെക്കാളും ഏതാനും വയസ്സ് മാത്രമാണ് ബിലാൽ എന്നവർക്ക് കുറവ്. നബിതങ്ങളെക്കാളും ഒരുപക്ഷെ 3-4 വയസ്സിന്റെ വ്യത്യാസമേ കാണൂ. ഹല്ലക ഫിൽ ഇസ്ലാം ഫഇന്നീ റസൂലുള്ളാഹ്. അവിടെ വെച്ച് ചൊല്ലിയ ഷഹാദത്താണ്. മുത്തുനബി തങ്ങളുടെ കൂടെ നിന്ന് തങ്ങൾ വഫാത്താകുന്നവരെ മദീന പള്ളിയുടെ മുനാരത്തിലൂടെ ബിലാൽ എന്നവർ ഓരോ ദിവസവും 5 നേരം മദീനക്കാർക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഒരു മുസ്ലിമിന്റെ വിശ്വാസം ആണയിട്ടുറപ്പിക്കേണ്ട വചനങ്ങളാണിത്. ഈ വചനങ്ങൾ ഹൃദയം തട്ടി പറയേണ്ട വാക്കുകളാണ്. കുഫറിന്റെ പക്ഷത്ത് നിന്നും സിൽമിന്റെയും സലാമിന്റെയും രക്ഷയുടെയും മാർഗത്തിലേക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള പാലമുണ്ടെങ്കിൽ അത് ഈ 2 വാക്കുകളല്ലാതെ മറ്റെന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഉക്തും ഇസ്ലാമക. ബിലാലെ, നിങ്ങൾ മുസ്ലിമായത് ആരോടും പറയണ്ട കേട്ടോ, ആരോടും പറയണ്ട, രഹസ്യമാക്കി വെച്ചേക്കണേ എന്ന് ബിലാൽ എന്നവരോട് പറഞ്ഞു കൊടുത്തു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അകിടിൽ നിറയെ പാലുമായി ബിലാൽ എന്നവർ തിരിച്ചു വന്നപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ജദ്ആനിന്റെ വീട്ടുകാർ പറഞ്ഞു, ബിലാലെ, നിങ്ങൾ എവിടെ നിന്നാണോ ഇന്നലെ ആടുകളെ മേക്കാൻ കൊണ്ടുപോയത് അവിടെ തന്നെ ഇനിയും മേച്ചേക്കണേ, ആടുകൾക്ക് നല്ല പാലുണ്ടല്ലോ. മുത്തനബിതങ്ങളും ശുദ്ധീകരിക്കുന്നവരും മക്കക്കാരുടെ പ്രതിരോധം സഹിക്കാൻ കഴിയാതെ, അവരുടെ പരാക്രമങ്ങൾ സഹിക്കാൻ കഴിയാതെ അഭയം പ്രാപിച്ച് വിശ്രമിക്കുന്ന ആ ഒരു മലയുടെ താഴ്വാരങ്ങളിലേക്ക് 3 ദിവസം കൂടെ വന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഇസ്ലാം പഠിച്ചു. 3 ദിവസത്തെ പഠനം. മഹാനവറുകൾ
ഹൃദയത്തിനുള്ളിലേക്ക് ഈമാൻ ഉറക്കുകയാണ്. ശരീരം വളരെ തൊലി കറുത്തവരായിരുന്നു, എന്നാൽ ഹൃദയം വെളുത്തവരായിരുന്നു. ശരീരം മുഴുവൻ കറുത്ത നിറമാണ്, എന്നാൽ മനസ്സ് മുഴുവൻ പ്രകാശമാണ്. ബിലാലേ അഖ്ബിർനി ബിഅർജാ അമലിൻ അമിൽതഹു. ബിലാലേ, ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു സൽക്കർമ്മം നിങ്ങൾ ചെയ്തതുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയുമോ എന്ന് ലോകത്തിന്റെ ഗുരു ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് ബിലാൽ എന്നവരോട്. എന്നിട്ട് പറഞ്ഞു, സമിഅ്തു ദുഫൻ അലൈക ഫിൽ ജന്നതി യാ ബിലാൽ. ബിലാലേ, ഞാൻ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന് സ്വപ്ന ദർശനമുണ്ടായപ്പോ, സ്വപ്നത്തിലൂടെയുള്ള മേറാജ്, സ്വപ്നമല്ലാതെയുള്ള മേറാജ് നബി തങ്ങൾക്കുണ്ടായി. റജബ് 27 ഈ മാസത്തിൽ നമ്മൾ ആചരിക്കാൻ പോകുന്ന ഇസ്രാ മേറാജ് നബി തങ്ങൾക്ക് ശരീരം കൊണ്ടുണ്ടായതാണ്. എന്നാൽ ശരീരമില്ലാതെ നബി തങ്ങൾ എത്രയോ തവണ മേറാജ് നടത്തിയിട്ടുണ്ട്. ആ ഒരു സന്ദർഭത്തിലാണ് ബിലാൽ എന്നവരോട് പറഞ്ഞത്, ബിലാലേ, നിങ്ങളുടെ കാലിന്റെ ചെരുപ്പിന്റെ വാറടിയുടെ ശബ്ദം ഞാൻ സ്വർഗത്തിൽ കേട്ടിട്ടുണ്ട്. ബിലാലേ, സബഖതനീ ഇലൽ ജന്ന. നിങ്ങൾ നേരത്തെ സ്വർഗത്തിലേക്ക് എത്തിയല്ലോ. നിങ്ങൾ എന്താണ് സ്വർഗത്തിലെത്താൻ കാരണമായി പ്രതീക്ഷിക്കുന്ന നന്മ എന്ന് ബിലാൽ തങ്ങളോട് നബി തങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, നബിയേ, ആരാധനാ കർമ്മങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന അംഗസ്നാനമുണ്ട്, വുദൂഇന്റെ വെള്ളം. വുദൂ എടുക്കുന്നത് അത് സുന്നത്ത്. നബി തങ്ങൾ പ്രോത്സാഹിപ്പിച്ചത് അംഗസ്നാനം, മഞ്ജുനേരത്തെ പ്രാർത്ഥനകൾക്ക് ഓരോ തവണയും നമ്മൾ എടുക്കേണ്ട സുന്നത്തുള്ള നമുക്ക് വുദു ഉണ്ടെങ്കിൽ തന്നെ പുതുക്കൽ സുന്നത്തുള്ളത്, നിസ്കാരത്തിന്റെ ഷർത്തുകളിൽപ്പെട്ടത്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു എപ്പോൾ വുദു എടുത്താലും ആ വുദൂഇന് ശേഷം ഒരുപാട് സുന്നത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. പൊന്നാര നബിയേ, സ്വർഗത്തിലേക്ക് എത്താൻ ഞാൻ പ്രതീക്ഷിക്കുന്ന കർമ്മങ്ങൾ എൻ്റെ കൂട്ടുകാര് ചെയ്യാത്തത് ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചാൽ അത് ഓരോ നേരവും വുദൂ എടുക്കുകയും, വുദൂ മുറിഞ്ഞാൽ ഞാൻ വേഗം പോയി വുദൂ എടുക്കും നബിയെ. വുദൂ ഇല്ലാത്തൊരവസ്ഥ എനിക്കുണ്ടാകാറില്ല. വുദൂ എടുത്താലോ ഞാൻ എത്രയോ സുന്നത്തുകൾ നിസ്കരിക്കാറുണ്ടെന്ന് മുത്തുനബി തങ്ങളോട് പറയുകയും, സ്വർഗത്തിലാണ് ബിലാൽ റളിയല്ലാഹു അൻഹു എന്ന്, ബിലാൽ തങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് ഈ ലോകത്ത് വെച്ച് നബി തങ്ങൾ ഉറപ്പ് കൊടുത്ത മഹാനാണ്. നമ്മുടെ ഇന്നത്തെ ചർച്ചയിൽ വാങ്കുലയുടെ പൊലിമ ഈ ഉമ്മത്തിന് പറഞ്ഞു തന്ന ബിലാൽ ഇബ്നു റബാഹ് എന്ന പിതാവിന് ഹമാമ എന്ന ഉമ്മാക്ക് രണ്ടുപേരും എത്യോപ്യക്കാരാണ്. അവർ മക്കയിൽ വന്ന് താമസിച്ചവരാണ്. മക്കയിൽ ജനനം കൊണ്ട ആളാണ് ബിലാൽ എന്ന മകൻ. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം ഉയർത്തുകയായിരുന്നു. قد رافع الإسلام سلمان فارسي وقد واضع الشرك الحسيب أبا لهبي. തറവാടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നപ്പോഴും തറവാടിന്റെ പൊലിമ പറയാനൊന്നുമില്ലാതെ അബിൽ ഇസ്ലാമു ലാ അബലി സിവാഹു ഇദാ ഇഫ്തഖറൂ ബികഅബിൻ ഔ ഹിലാലി. എനിക്ക് പറയാൻ മാത്രം ഒരു വാപ്പയോ വല്ലിപ്പയോ തറവാടോ പറയാനില്ലെങ്കിൽ തന്നെയും എൻ്റെ ഏറ്റവും വലിയ അഭിമാനം ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞ ബിലാൽ റളിയല്ലാഹു അൻഹു, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, യൂറോപ്പുകാരനായ സുഹൈബുർ റൂമി റളിയല്ലാഹു അൻഹു, സ്വഹാബിമാരുടെ ആ ഒരവസ്ഥ ആലോചിച്ചു നോക്കൂ. അടിമകളായി, പട്ടിണിപ്പാവങ്ങളായി മക്കായിലെ പ്രമാണിമാരുടെ ഒട്ടകങ്ങളെ നട്ടുച്ച വെയിലത്ത് പോലും വെയിലുകൊണ്ട് നോക്കുകയും അടിമവേല ചെയ്യിക്കുകയും ചെയ്ത് ദാരുണമായ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിരുന്ന ആ കാലത്ത് നിന്ന് ഇസ്ലാമിന്റെ വെളിച്ചത്തിലേക്ക് കറുത്ത വർഗക്കാരനായ ശരീരം മെലിഞ്ഞ, ധാരാളം മുടിയുണ്ടായിരുന്ന, ശബ്ദമാധുര്യമുണ്ടായിരുന്ന, കവിളുകൾ ഒട്ടിയിരുന്ന ബിലാൽ ഇബ്നു റബാഹ് എന്നവർ ഇസ്ലാമിന്റെ ചേരിയിലേക്ക് വന്നപ്പോൾ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഭരണാധികാരിയായ മുത്തുനബി തങ്ങളുടെ വഫാത്തിന് ശേഷം ഖിലാഫത്തിന്റെ രണ്ടാം ഊഴത്തിലിറങ്ങിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബിലാൽ എന്നവരെ കാണുമ്പോൾ, സിദ്ദീഖ് എന്നവരെ കാണുമ്പോൾ പറയുമായിരുന്നു, സിദ്ദീഖുൻ സയ്യിദുനാ വഅഅതഖ സയ്യിദനാ. സിദ്ദീഖ് എന്നവർ നമ്മുടെ നേതാവാണ്, നമ്മുടെ നേതാവിനെ മോചിപ്പിച്ചവരാണ് സിദ്ദീഖ് എന്നവരെ. രണ്ടാമത്തെ നേതാവ് ആരാണ്? ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. മക്കയിൽ കഠിനമായ താടന പീഡനങ്ങൾക്ക് വിധേയമാകുമ്പോ
നമ്മൾ അറിയണം, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഉമയ്യത്ത് ബിൻ ഖലഫ് എന്ന് പറയുന്ന യജമാനൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ചെറുപ്പക്കാരായ മുശ്രിക്കുകളുടെ കൈകളിൽ ഏൽപ്പിച്ചു. ഇസ്ലാം സ്വീകരിച്ചതിൽ പിന്നെ ബിലാൽ എന്നവരെ കൈപിടിച്ച് മദീനയുടെ തെരുവുകളിലൂടെ കടത്തിക്കൊണ്ടുപോവുകയും ഇഷ്ടമുള്ളവരൊക്കെ അടിക്കുകയും പ്രഹരിക്കുകയും നോവിക്കുകയും ചോര ചിന്തുകയും ചെയ്യുമ്പോൾ ചോദിക്കാനും പറയാനും ആളില്ലാത്ത ആ നേരത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു നാവ് കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, അഹദ് അഹദ് അഹദ്. വിവിധങ്ങളായ ദൈവങ്ങളെ പൂജിച്ചിരുന്ന ആ കാലത്ത് ലോകത്തിന്റെ സൃഷ്ടാവ്, എല്ലാം കഴിയുന്ന, എല്ലാം സാധ്യമാകുന്ന ഒരേ ഒരുത്തനാണ്, ഒരുവനാണ് അഹദ്, the one and only, ഒരേ ഒരുത്തൻ എന്ന് നാവ് കൊണ്ട് ഉരുവിട്ടിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ 10 ദീനാറുകൾക്കാണ് ഉമയ്യത്ത് ബിൻ ഖലഫ് വിറ്റത്. മഹാനായ സിദ്ദീഖ് ഞങ്ങൾ പറഞ്ഞു, ഉമയ്യത്തേ, നിങ്ങളൊരു മയ്യത്ത് പോലെ ആക്കിക്കളഞ്ഞ ഈ ഞങ്ങളുടെ നേതാവിനെ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിച്ചതിന്റെ പേരിൽ നിങ്ങൾ അടിമവേല ചെയ്യിക്കുക മാത്രമല്ല, നെഞ്ചകത്തെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ കിടത്തിയിട്ട് ശ്വാസം വിടാൻ പോലും കഴിയാത്ത വിധം പാറക്കല്ലുകൾ കയറ്റി വെച്ച് പീഡിപ്പിച്ച ഈ ബിലാലിനെ റളിയല്ലാഹു അൻഹുവിനെ ഞങ്ങൾക്ക് തരാൻ 100 1000 സ്വർണ്ണ നാണയം ചോദിച്ചാൽ അത് ഞാൻ നിങ്ങൾക്ക് നൽകുമായിരുന്നു. ഞങ്ങൾക്ക് ബിലാലിനെ വേണമെന്ന് പറഞ്ഞ് 10 ദീനാറുകൾക്ക് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മോചനം സിദ്ധിക്കുകയായിരുന്നു. അബൂബക്കറിൻ സയ്യിദുനാ വഅതഖ സയ്യിദനാ. അബൂബക്കർ ഞങ്ങളുടെ നേതാവാണ്, ഞങ്ങളുടെ നേതാവിനെ മോചനം ചെയ്തവരാണെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നേതാവെന്ന് വിളിച്ചത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. എത്രയോ ദൂരം വഴിതെറ്റി നിൽക്കേണ്ട ഒരേഴ് ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രം അവനെത്തി ചാരത്തടുത്തിടാം. ചുറ്റും പേടിക്കേണ്ട നമ്പൂരാരെ, ഇത്രയും സുന്ദരവും സുലഭവുമായി സിദ്ധിക്കും സ്വാതന്ത്ര്യ സൗഖ്യമെങ്കിൽ ബുദ്ധിയുള്ളോരാ ശ്രേയസ്സുപേക്ഷിച്ചു ബദ്ധരായി മേവുമോ ജാതി ജയിലിൽ. ജാതീയതയുടെ മനുഷ്യനെ താഴ്ന്ന വർഗക്കാരും ഉന്നതനും ഇടത്തരക്കാരുമൊക്കെയായി മനുഷ്യ ജന്മങ്ങളെ വെച്ച് മനുഷ്യന് വില പറഞ്ഞിരുന്ന ഒരു കാലത്താണ് മനുഷ്യർ ഒന്നാണ് എന്ന് പറയുന്ന ആശയവുമായി പരിശുദ്ധ ഇസ്ലാം ലോകത്ത് വരുന്നത്. മനുഷ്യൻ ഒന്നാണ്. കറുപ്പും വെളുപ്പും അവിടെ വിഷയമല്ല, തറവാട് അവിടെ വിഷയമല്ല, എത്നിസിറ്റി, അവരുടെ നാഷണാലിറ്റി, അവരുടെ പാസ്പോർട്ട് ഇതൊന്നും അവിടെ വിഷയമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തണലിലേക്ക് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു എന്ന വാങ്കുലി മുഴക്കാൻ സൗഭാഗ്യമുണ്ടായ ഹബീബിന്റെ കൂട്ടുകാരൻ കടന്നു വന്നപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സയ്യിദായ പോലെ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു വഅതഖ സയ്യിദനാ, ഞങ്ങളുടെ സയ്യിദാണ്, നേതാവാണ് ബിലാൽ റളിയല്ലാഹു അൻഹു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറയുമായിരുന്നു. അതാണ് വാങ്കുകൊണ്ട് ലോകം ഉയർത്തിയ, ഈമാന് കൊണ്ട് അല്ലാഹു ഉയർത്തിയ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ളഹ്റക വറഫഅനാ ലക ദിക്റക. വിശുദ്ധ നബിയേ, അങ്ങയുടെ ഹൃദയത്തിന് നാം വിശാലത നൽകിയില്ലയോ നബിയേ? അങ്ങയുടെ ഭാരം നാം ഇറക്കി വെച്ചില്ലയോ നബിയേ? വറഫഅനാ ലക ദിക്റക, അങ്ങയുടെ സ്മരണ നാം ലോകാലോകങ്ങളിൽ ഉയർത്തി വെച്ചിരിക്കുകയാണല്ലോ നബിയേ. 5 നേരത്തെ വാങ്കുലി ഓരോ രാജ്യങ്ങൾക്കും ഓരോരോ സമയം, ഓരോ മഹല്ലുകളിൽ ഓരോരോ സമയം. നമ്മളിവിടെ ഇശാ ബാങ്ക് വിളിച്ചു, ചില നാടുകളിൽ ഇപ്പം മഗ്രിബാണ്, ചില നാടുകളിൽ സുബ്ഹിയാണ്, ചില നാടുകളിൽ ഈ നേരം ളുഹറാണ്, ചില നാടുകളിൽ അസറാണ്. ഇങ്ങനെ വിവിധങ്ങളായ രാജ്യങ്ങളിൽ സെക്കൻഡുകളുടെ വ്യത്യാസങ്ങളിൽ ഈ ഉമ്മത്തിന്റെ പ്രതിനിധികൾ എവിടെയൊക്കെ ഉണ്ടോ, ഒറ്റക്കും കൂട്ടമായും മൈക്കിലും അല്ലാതെയും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. മുത്തനബി തങ്ങൾ ഞങ്ങളുടെ അള്ളാഹുവിന്റെ സൃഷ്ടാവിന്റെ തിരുദൂതരാണ്. അള്ളാഹു ആരാധനക്കർഹനായവൻ അവനൊരുത്തൻ മാത്രമെന്ന്
ഈ ഉമ്മത്തിന്റെ പ്രതിനിധികൾ വിളിച്ചു പറയാത്ത ഒരു സെക്കൻഡും ലോകത്ത് കടന്നു പോകുന്നില്ല എന്നത് വലിയൊരു അത്ഭുതമല്ലേ? വറഫഅനാ ലക ദിക്റക്, നബിയേ അങ്ങയുടെ സ്ഥാനം, അങ്ങയുടെ ദിക്ർ, അങ്ങയുടെ സ്മരണ നാം ലോകത്ത് ഉയർത്തി വെച്ചിരിക്കുന്നു എന്ന് അല്ലാഹു പറഞ്ഞത്. ഇതിലപ്പുറം ഇനി എന്താണ് വേണ്ടത്? ഏത് നേരവും അല്ലാഹു അക്ബർ എന്ന് പറയാത്ത ഒരു നേരം ഈ ലോകത്ത് കഴിഞ്ഞു പോകുന്നില്ല. എപ്പോഴും ഹബീബായ നബി തങ്ങളുടെ നാമം ഉച്ചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വാങ്കൊലിയുടെ അത്ഭുതമുണ്ട്, അതിന്റെ ഒരു പൊലിമയുണ്ട്. നമ്മൾ മനസ്സിലാക്കിയത് വഹീന്റെ വാക്കുകളാണ്, മനുഷ്യനുണ്ടാക്കിയതല്ല. അല്ലാഹു ഇൽഹാം പ്രകാരം സ്വഹാബിമാർക്ക് അറിയിച്ചു കൊടുത്തത് മുത്തുനബി തങ്ങൾ ഉമ്മത്തിനെ ഏൽപ്പിച്ച വാക്കുകൾ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നമ്മളങ്ങ് അവസാനം വരെ വാങ്കിന്റെ വാക്കുകൾ നമ്മൾ എണ്ണിയാൽ 12 ലാ ഇലാഹ ഇല്ലല്ലാഹ്, 12ാമത്തെ വചനമാണത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. 2 അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, 2 അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, 2 ഹയ്യ അലസ് സ്വലാ, 2 ഹയ്യ അലൽ ഫലാ, പിന്നെ ഒരു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എത്ര വാക്യങ്ങളാണ് വാങ്കൊലി? 12 വാക്യങ്ങളാണ്. ആ അത്ഭുതം അവസാനിച്ചില്ല. എന്തുകൊണ്ട്? 12 മാസങ്ങളാണ് ഒരു വർഷത്തിലുള്ളതെങ്കിൽ ഒരു വർഷത്തിലെ എല്ലാ മാസങ്ങളിലും എല്ലാ ദിവസങ്ങളിലും വർഷം തോറും ഒരു വർഷത്തിലെ മുഴുവൻ ദിവസങ്ങളിലും ഉച്ചരിക്കപ്പെടേണ്ട, വിളിച്ചു പറയപ്പെടേണ്ട ഈ വാക്കുകളുടെ വാക്കുകളുടെയും എണ്ണം 12 തന്നെ. അത് മാത്രമല്ല, ഈ 12 വാക്യങ്ങൾ അവസാനിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് കൊണ്ടാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ വാക്യം എഴുതിയതൊന്ന് ശ്രദ്ധിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ 12 അക്ഷരങ്ങളാണുള്ളത്. 12 അക്ഷരങ്ങൾ. മാസത്തിൽ 12 ഒരു വർഷത്തിലെ 12 മാസത്തിന് തുല്യമായി തോന്നുന്ന 12 വാക്യങ്ങള്. അതിന്റെ അവസാനത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് 12 അക്ഷരങ്ങളാണ് അതിലുള്ളത്. അതിലേറെ അത്ഭുതം അല്ലാഹു കൊണ്ട് ആരംഭിക്കുകയും അല്ലാഹുവിൽ അവസാനിക്കുകയും ചെയ്യുന്ന വാക്കുകളാണ് വിശുദ്ധമായ വാങ്കൊലിയുടെ ഏറ്റവും വലിയ അത്ഭുതം. സുബ്ഹാനല്ലാഹ്. 5 നേരമാണിത് ഉച്ചരിക്കപ്പെടുന്നത്. 5 നേരം. ഓരോ കർമ്മത്തിനും ഇസ്ലാമിൽ കൂലി 1-ന് 10. അങ്ങനെയാണെങ്കിൽ 5 നേരത്തെ വാങ്കൊലിക്ക് 50 അല്ലാഹു കൂലി നൽകാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വാങ്കൊലിയുടെ 12 വാക്യങ്ങളിൽ നമ്മൾ എണ്ണിക്കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ മുതൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വരെയുള്ള വാക്കുകൾ എടുത്തു നോക്കിയാൽ 50 വാക്കുകളാണ് അതിനകത്ത് കിടക്കുന്നത്. നോക്കണം, 5-ന് 1-ന് 10 ആണെങ്കിൽ 50 അതിന്റെ കൂലിയെങ്കിൽ വാങ്കിന്റെ വാക്കുകളുടെ എണ്ണം 50. വാങ്കിന്റെ അവസാനത്തെ വാക്യം 12 അക്ഷരങ്ങൾ. വാങ്കിന്റെ വാക്യങ്ങൾ മൊത്തത്തിൽ 12. അല്ലാഹുവിന്റെ നാമമല്ലേ ഇത്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു എന്ന വാക്യം ഉണ്ടാകുന്നത് അറബിയിലെ 3 അക്ഷരങ്ങൾ കൊണ്ടാണ്. അലിഫ് ലാം ഹാ. അലിഫ് ലാം ഹാ, ഇതാണ് അല്ലാഹ് എന്ന് നമ്മൾ വായിക്കുന്നത്. ഈ 3 അക്ഷരങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വരെ, വാങ്കിന്റെ തുടക്കം മുതൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വരെ അല്ലാഹ് എന്ന വാക്കിൽ ഉപയോഗിച്ച അലിഫും ലാമും ഹാവും എത്ര തവണ ഉപയോഗിച്ചു എന്ന് എണ്ണി നോക്കൂ. 112 തവണയാണ്. 112 തവണ. ആ 112ന്റെ അത്ഭുതമുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയ ഒരു സൂറയുണ്ട്, സൂറത്തുൽ ഇഖ്ലാസ്. നമുക്കൊക്കെ അറിയുന്ന സൂറ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഖുൽ ഹുവല്ലാഹു അഹദ്. പറയുക നബിയേ, ഹുവല്ലാഹു അഹദ്. ഹി അല്ലാഹ്. Allah is the one and only God. Allahu ഒരേ ഒരുത്തൻ മാത്രമാണ്. Allahu Samad. Allah is the self eternal. Lam yalid walam yulad. He begets not, nor was he begotten. Walam yakul lahu kufuwan ahad. There is nothing comparable to him.
അള്ളാഹുവിന് തുല്യമായിട്ട് ഒന്നുമേ ആരുമേ ഇല്ല. അള്ളാഹുവിന്റെ മക്കളില്ല, മാതാപിതാക്കളില്ല, അവൻ ജനിച്ചവനല്ല, അവനാർക്കും ജന്മം നൽകിയതുമല്ല. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനായ സർവേശ്വരനായ ഒരുത്തനാണ്. അല്ലാഹു സ്വമദ്, ഖുൽ ഹുവല്ലാഹു അഹദ്, ഹി ഈസ് ദ വൺ ആൻഡ് ഓൺലി. അവൻ ഏകൻ മാത്രമാണ്. അവനാണ് ഏകനായവൻ. സർവത്തിലും എല്ലാറ്റിലും അവന്റെ ആട്രിബ്യൂട്ടുകളിൽ, അള്ളാഹു ക്വാളിറ്റികളിൽ അവൻ ഒരുത്തനാണ്. ഇങ്ങനൊരാശയം അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയ സൂറയാണ് സൂറത്തുൽ ഇഖ്ലാസ്. എങ്കിൽ അല്ലാഹ് എന്ന വാക്കിൽ ഉപയോഗിച്ച അലിഫ്, ലാം, ഹാ എന്ന അക്ഷരങ്ങൾ 112 തവണയാണ് വാങ്കുലയിൽ ഉപയോഗിച്ചതെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസ് വിശുദ്ധ ഖുർആനിലെ 112ാമത്തെ സൂറയാണ്. 112 തവണയാണ് ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചത്. ഖുർആനിലെ 112ാമത്തെ സൂറത്തുൽ ഇഖ്ലാസുമായി ബന്ധിക്കുന്ന ആശയമാണ് വാങ്കുലയിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു തആലയുടെ ഈ വാക്കുകളുടെ അത്ഭുതമൊന്ന് നോക്കൂ. സുബ്ഹാനല്ലാഹ്. അലിഫും ലാമും ഹാവും അള്ളാഹുവിനെ പ്രതിനിധാനം ചെയ്യുന്ന ഈ വാക്കുകളിൽ ഓരോ അക്ഷരവും എത്ര തവണ ഉപയോഗിച്ചു? അലിഫ് 47 തവണ, ലാം 45 തവണ, ഹാ 20 തവണ. വാങ്കുലിക്കുന്ന വാക്കുകളിൽ 47 തവണ അലിഫുണ്ട്, 45 തവണ ലാമുണ്ട്. ഹാ അല്ലാഹ് 20 തവണ ഹാ ഉച്ചരിച്ചിട്ടുണ്ട്. ഇതിനെ മൊത്തത്തിൽ കൂട്ടി നോക്കിയാൽ 47 പ്ലസ് 45 പ്ലസ് 20, 20 പ്ലസ് 45 പ്ലസ് 47 എത്രയാണ്? 112 ആണ്. അത് 112. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന സൂറയും 112. അല്ലാഹ് എന്ന വാക്കിൽ ഉപയോഗിച്ച 3 അക്ഷരങ്ങൾ വാങ്കിൽ മൊത്തം ഉപയോഗിച്ചതും 112 തവണ. 112 7ന്റെ ഗുണിതമാണ്. ഖുർആനിലെ അത്ഭുതപ്പെടുത്തുന്ന അക്കമാണ് 7ഉം 19ഉം. 7 times 16 is equal to 112. 16നെ 7 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് 112. ഈ മഹാത്ഭുതം മനുഷ്യന് ചെയ്യാൻ കഴിയില്ല. ഇത് മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതല്ല. സുബ്ഹാനല്ലാഹ്. 17 തവണയാണ് ഫർള് നിസ്കാരങ്ങളിലെ റക്അത്ത് 5 നേരത്തെ വാങ്കുലിയാൽ നമ്മൾ നിസ്കരിക്കുന്ന 5 നേരത്തെ നിസ്കാരം, ഫജ്ർ മുതൽ ദുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, ഇതിന്റെ റക്അത്തുകളുടെ എണ്ണം 17 ആണെങ്കിൽ വാങ്കിൽ ആവർത്തിക്കപ്പെടാതെ വന്ന അക്ഷരങ്ങൾ അല്ലാഹു അക്ബർ മുതൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വരെയുള്ള വാക്യങ്ങളെ ഉണ്ടാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത അക്ഷരങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ആവർത്തിക്കാത്ത അക്ഷരങ്ങളെ 17 തവണയാണ്. 17 അക്ഷരങ്ങളാണ്. അലിഫ്, ലാം, ഹാ, ഖാഫ്, ബാ, റാ, ഷീൻ, ദാൽ, നൂൻ, മീം, ഹാ, സീൻ, വാവ്, യാ, ഐൻ, സ്വാദ്, ഫാ. സുബ്ഹാനല്ലാഹ്. 17 അക്ഷരങ്ങളെ കൊണ്ടാണ് അള്ളാഹു ഈ വാക്യം ഉണ്ടാക്കിയത്. 5 നേരം വിളിച്ചു പറയേണ്ട വാക്യങ്ങളാണിത്. 5 നേരത്തെ നിസ്കാരം കൊണ്ട് നമ്മൾ നിർവഹിക്കുന്നത് 17 റക്അത്തുകളാണ്. 17 അക്ഷരങ്ങളെ കൊണ്ട് 17 റക്അത്തുകളിലെ ബന്ധിപ്പിക്കുന്ന അത്ഭുതമാണ് വാങ്കുലി അത്ഭുതമാണ്. ഈ വാക്യങ്ങൾ മനുഷ്യന് കൊണ്ടുവരാൻ കഴിയില്ല. ഇതിലേറ്റവും അത്ഭുതപ്പെടുത്തുന്നത് വാങ്കിന് അദാൻ എന്നാണ് പറയാ. അദാൻ ഉറുദുവിലൊക്കെ പറയുമ്പോൾ അസാൻ എന്ന് പറയും. അത് അദാൻ, വാങ്കിനെ സൂചിപ്പിക്കുന്ന വാക്യങ്ങൾ അല്ലാഹു അദ്ദന, മുഅദ്ദിനുൻ, അദ്ദിൻ എന്ന് 3 വാക്കുകളാണ് ഖുർആൻ ഉപയോഗിച്ചത്. വാങ്ക് വിളിക്കുക, വിളിച്ചു പറയുക എന്നർത്ഥത്തിൽ. അദ്ദന ഖുർആനിൽ 2 തവണയാണ് വന്നത്. മുഅദ്ദിൻ വാങ്ക് വിളിക്കുന്ന മുഖ്തിക്കൊക്കെ നമ്മൾ മുഅദ്ദിൻ എന്ന് പറയാ. വാങ്ക് വിളിച്ചു പറയുന്ന ആള്. ആ മുഅദ്ദിൻ എന്ന വാക്ക് വിശുദ്ധ ഖുർആൻ മുഴുവൻ എടുത്താൽ 2 തവണയാണ്. പിന്നെ അദ്ദിൻ, ഇബ്രാഹിം നബിയോട് അദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിർ وعلى كل ضامر يأتين من كل فج عميق. അത് 1 തവണയാണ് വന്നത്. നോക്കണം, അദാൻ വാങ്കുലിയുടെ ആശയമുള്ള 3 വാക്കുകളെ ഖുർആനിലുള്ളൂ. അദ്ദന 2 തവണ, മുഅദ്ദിൻ 2 തവണ, അദ്ദിൻ 1 തവണ. 5 വാക്കുകളാണ് വിശുദ്ധ ഖുർആനിൽ വാങ്കുമായി സൂചിപ്പിക്കുന്ന വാക്കുകൾ. 5 എണ്ണമേ വന്നിട്ടുള്ളൂ. 5 നേരമാണ് വാങ്കുവിളിയും
5 നേരത്തെ വാങ്കുവിളിയിലേക്ക് സൂചിപ്പിക്കാൻ വിശുദ്ധ ഖുർആനിൽ ഒന്നാകെ നമ്മൾ തെരഞ്ഞു നോക്കിയാൽ വാങ്കുമായി ബന്ധപ്പെട്ട വാക്കുകളും 5 തവണ തന്നെ. സുബ്ഹാനല്ലാഹ്, ഇത് മഹാത്ഭുതമാണ്. ഇത് മനുഷ്യന് ചെയ്യാൻ കഴിയാത്തതാണ്. മനുഷ്യ ജീവിതത്തെ ഇബാദത്തിനെ ആശയങ്ങളുമായി, വാക്യങ്ങളുമായി, അക്കങ്ങളുമായി ബന്ധിപ്പിക്കുന്ന അത്ഭുതകരമായതാണ് നമ്മുടെ വാങ്കുലി. ആ വാങ്കുലി ചെയ്യുന്ന ആളുകൾ നാളന്ത്യനാളിൽ കഴുത്തുകൾക്ക് നീളമുണ്ടാവുകയും മനുഷ്യർക്കിടയിൽ തിരിച്ചറിയപ്പെടാൻ കഴിയുന്ന വിധം അള്ളാഹു ശാരീരിക ഭംഗി കൊടുക്കുകയും ചെയ്യുന്നത് മുഅദ്ദിനുമാർക്കാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലില്ലേ? സ്റ്റേജുമുള്ളവർ എഴുന്നേൽക്കണ്ട, സ്റ്റേജുമുള്ളവരിക്കണ്ട. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ونقول اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خيرا. നമ്മൾ 10 മണിയിലേക്കുള്ള ഓട്ടത്തിലാണ് ഇൻഷാ അല്ലാഹ്. ഇനി നമ്മുടെ മുമ്പിലുള്ള സമയം എത്രയുണ്ട്? 1 മണിക്കൂറും 20 മിനിറ്റും ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മൾ പറയുന്നതും കേൾക്കുന്നതും അല്ലാഹു സ്വീകരിക്കട്ടെ. ആദ്യത്തെ മുഅദ്ദിനാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു. മുത്തുനബി തങ്ങൾ ബിലാൽ എന്നവരോട് നിസ്കരിക്കണം ബിലാലെ എന്ന് പറയാൻ നബി തങ്ങൾ ഉപയോഗിച്ചിരുന്നൊരു പ്രയോഗമുണ്ട്. അരിഹ്നാ ബിഹായ ബിലാൽ, അരിഹ്നാ ബിഹായ ബിലാൽ. ബിലാലെ നിസ്കാരം നിലനിർത്തണേ, നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കണേ, വാങ്ക് വിളിക്കണേ. അരിഹ്നാ ബിഹ, അങ്ങനെ നമുക്ക് സന്തോഷം നൽകണേ, സമാധാനം നൽകണേ. നിസ്കാരം സമാധാനമാണ്. നമുക്ക് അങ്ങനെ തോന്നാറുണ്ടോ? അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നിൽക്കുകയും അല്ലാഹു അക്ബർ, പടച്ചവനെ അല്ലാഹു അക്ബർ നമ്മൾ ചൊല്ലേണ്ടത്. കൈ താഴ്ത്തി വെച്ചിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമ്മുടെ ചെവിക്കുന്നിന്റെ താഴെ നമ്മുടെ ഈ തള്ളവിരലുകൾ എത്തുന്നു അല്ലേ? എന്നിട്ട് കൈ പിന്നെ മിണ്ടാണ്ട് കൈ കെട്ടേണ്ടത്. അല്ലാഹു അക്ബർ, ഇവിടെ പിന്നെ മിണ്ടാണ്ട് കെട്ടേണ്ടത്. അല്ലാഹു അക്ബർ ഇങ്ങനെയല്ല കെട്ടേണ്ടത്. അല്ലാഹു അക്ബർ. അല്ലാഹുവേ നീ ഏറ്റവും വലിയവനാണെന്ന് പറയുമ്പോൾ ബാക്കിയെല്ലാം പിന്നിലോട്ട്, നീയല്ലാത്തതൊക്കെ ബേക്കോട്ട് പോകട്ടെ, നീയാണ് റബ്ബേ വലുത്. അങ്ങനെ ഒരു ആശയം ആ കൈകെട്ടുന്നതിലുണ്ടത്രേ. അല്ലാഹു അക്ബർ, ബാക്കിയെല്ലാം ബാക്കിലാണ്, എൻ്റെ റബ്ബ് മാത്രമാണ് മുമ്പിൽ. അല്ലാഹുവേ നിന്റെ വിഷയം ഏറ്റവും വലുതാണ്. തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുകയാണ്. ബിലാലെ വാങ്ക് വിളിക്കൂ, സമാധാനം തരൂ. ഇതാ നബി തങ്ങൾ പറയാ, അരിഹ്നാ ബിഹായ ബിലാൽ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ്യ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാനും എൻ്റെ വാപ്പ മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ്യ തങ്ങളും ഞങ്ങളുടെ അൻസ്വാരിയായ ബന്ധുവിന്റെ വീട്ടിലേക്ക് ചെന്നപ്പോ നിസ്കാരത്തിന് നേരമായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം വീട്ടുകാരി പെണ്ണിനോട് പറഞ്ഞു, ഇച്ചൂനി ബിവദൂഇൻ ലഅല്ലി യുസല്ലി ഫഅസ്തരീഹ്. വുദൂ എടുക്കാനുള്ള വെള്ളം കൊണ്ടുവരൂ, ഒന്ന് നിസ്കരിക്കട്ടെ, ഒന്ന് വിശ്രമിക്കട്ടെ. അപ്പൊ ഞങ്ങൾക്ക് എന്തായി പറയും? നിസ്കരിക്കട്ടെ, വിശ്രമിക്കട്ടെ. ഫഅസ്തരീഹ, എനിക്കൊന്ന് വിശ്രമിക്കണം, നിസ്കരിച്ചിട്ടൊന്ന് വിശ്രമിക്കട്ടെ. ഇപ്പൊ നിസ്കാരം വിശ്രമാണോ? ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നോക്കിയപ്പോ അൻസാരിയായ ഞങ്ങളുടെ ബന്ധു പറഞ്ഞു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ. നിങ്ങൾ എന്തിനാണ് അത്ഭുതപ്പെടുന്നത്? മുത്തുനബി തങ്ങൾ പറയുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. ഖും യാ ബിലാൽ ഫഅരിഹ്നാ ബിസ്സലാഹ്. ബിലാലെ എഴുന്നേൽക്കണേ, ബിലാലെ വാങ്ക് വിളിക്കണേ. ഫഅരിഹ്നാ ബിസ്സലാഹ്, നിസ്കാരം കൊണ്ട് വിശ്രമം നൽകണേ ബിലാലെ. നിസ്കാരം ഒരു വിശ്രമം, അതുകൊണ്ടൊരു സമാധാനം, അതുകൊണ്ടൊരു ആശ്വാസം. ബിലാലെ നിസ്കാരം കൊണ്ട് ആശ്വാസം തരൂ. ഇഖാമത്ത് കൊടുക്കാൻ ഞങ്ങൾ അതാ പറയാ, ബിലാലെ നിസ്കാരം കൊണ്ടൊരു ആശ്വാസം തരൂ. നമുക്ക് നിസ്കരിക്കല്ലേ, അത് ആശ്വാസമല്ലേ, അതൊരു സമാധാനമല്ലേ. അങ്ങനെ ഹബീബിന്റെ കൂടെ നിഴല് പോലെ ജീവിക്കാൻ കഴിഞ്ഞ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഈമാനിന്റെ
ഈമാനിന്റെ ആ വെളിച്ചം ഹൃദയത്തിലേക്ക് ലഭിക്കുകയും ആദ്യം പരസ്യമായി ഇസ്ലാം വിളിച്ചു പറയാൻ ധൈര്യം കാണിക്കുകയും ചെയ്ത 7 പേരിൽ ഒരാളാണ് ബിലാൽ ഇബ്നു റബാഹ്. കാന അവ്വല മൻ അദ്ഹറ ഇസ്ലാമഹു സബ്അ. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാറുണ്ട്, ഇസ്ലാം വിശ്വസിച്ചിട്ട് കുറെ ആളുകൾ മിണ്ടാണ്ട് നടന്നു. എത്രയോ ആളുകൾ ഇന്ന് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്, പക്ഷെ ഒരു പേര് മാറ്റൂല. അവരങ്ങനെ തന്നെ അറിയപ്പെടാൻ ഇഷ്ടപ്പെടുന്നു. എന്തെന്നറിയോ? വെറുതെ അനാവശ്യമായ കേസും കൊലപാതക ശ്രമങ്ങളും നാട്ടിൽ ജീവിക്കാൻ വിടാണ്ടിരിക്കുകയും അങ്ങനെയൊക്കെയുള്ള കുറെ ഫനാറ്റിക്കുകൾ പിന്നാലെ കൂടാണ്ടിരിക്കാൻ അങ്ങനെ തന്നെ പേര് വെച്ച് ജീവിക്കുന്ന എത്രയോ വിശ്വാസികൾ ലോകത്തുണ്ട്. യൂറോപ്യൻ നാടുകളിൽ എത്രയോ ആളുകളുണ്ട്, പേര് മാറ്റിയിട്ടില്ല. അവർ ജോണും ജോസഫും പീറ്ററും പല തരത്തിലുള്ള ആൻഡ്രിയും ഒക്കെയാണ്, പക്ഷേ അവർ മുസ്ലിമീങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. ബിലാൽ എന്നവരെ ഉറക്കെ പറഞ്ഞു, എന്തിന് പേടിക്കണം? ആദ്യമായി ഇസ്ലാം ഉറക്കെ വിളിച്ചു പറഞ്ഞ 7 പേര്, ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മൂന്നാമത്തേത് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു, അവരുടെ ഉമ്മയായ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ, പിന്നെ റോമക്കാരനായ സുഹൈബ് റളിയല്ലാഹു അൻഹു, ആറാമത്തേത് ബിലാൽ ഇബ്നു റബാഹ്, പിന്നെ 7ാമത്തേത് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ 7 പേരാണ് മക്കയിൽ ആദ്യമായി വിശ്വാസം ഉറക്കെ വിളിച്ചു പറഞ്ഞതെന്ന് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ ഭാഗ്യമുണ്ടായ ബിലാൽ റളിയല്ലാഹു അൻഹുവും നബി തങ്ങളും ഒരു യാത്രയിലാണ്. ഒരുപാട് സ്വഹാബികൾ കൂടെയുണ്ട്. സൈന്യവുമായി നബി തങ്ങൾ മടങ്ങി വരികയാണ്. ഒരു സ്ഥലത്തെത്തിയപ്പോൾ എന്ന് സ്വഹാബിമാർ പറഞ്ഞു, നബിയെ ലൗ അറസ്ത ബിനാ യാ റസൂലല്ലാഹ്, നബിയെ നമുക്കിവിടെ രാത്രി ഒന്ന് താമസിച്ചാലോ, ഇന്ന് രാത്രി ഇവിടെ തങ്ങിയാലോ എന്ന് സ്വഹാബിമാർ നബി തങ്ങളോട് ചോദിച്ചു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അഖാഫു അൻ തനാമു അനിസ് സ്വലാഹ്, നമുക്ക് യാത്ര തുടരാം. ഈ പാതിരാ നേരത്ത് നമ്മൾ യാത്രക്കിടയിൽ വിശ്രമിക്കാനിരുന്നാൽ നമ്മുടെ സുബഹി നഷ്ടപ്പെടുമോ എന്ന് ഞാൻ പേടിക്കുന്നു. അതുകൊണ്ട് നമുക്ക് യാത്ര തുടരുകയല്ലേ നല്ലത്. നിങ്ങൾ നിസ്കാരത്തിന് എഴുന്നേൽക്കാതെ ഉറങ്ങിപ്പോകുമോ എന്ന് ഞാൻ പേടിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ യാത്ര തുടരാൻ ആരംഭിക്കുന്നത്. ബിലാൽ തങ്ങൾ പറഞ്ഞു, അന ഊഖിലുക്കും ഫൽതജിഉ, നിങ്ങളൊക്കെ കടന്നോളൂ, ഞാൻ നിങ്ങളെ വിളിച്ചുണർത്താം. ആര് പറഞ്ഞു? ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. 1000ഓളം വരുന്ന ആളുകൾ ഹബീബിന്റെ കൂടെയുണ്ട്. അവരൊക്കെ ക്ഷീണിച്ചിട്ടുണ്ട്. ബിലാൽ എന്നവരും ക്ഷീണിച്ചിട്ടുണ്ട്, തങ്ങളും ക്ഷീണിച്ചിട്ടുണ്ട്. പാതിരാവുന്ന പുലർച്ചെ നേരമാണത്. ഉറങ്ങാൻ ഇനി സമയമില്ല, ഉറങ്ങിപ്പോയാൽ എഴുന്നേൽക്കാൻ പ്രയാസവുമാകും എന്ന് കണ്ടപ്പോ ബിലാൽ എന്നവർ തീരുമാനിച്ചു, ഉറങ്ങാതെ കാത്തിരിക്കാം, നിങ്ങൾക്ക് ഞാൻ കാവലായി കാത്തിരിക്കാം, നിങ്ങളൊക്കെ ഉറങ്ങിക്കോളൂ, സുബഹിക്കല്ലേ ഞാൻ വിളിച്ചുണർത്താം. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് കേട്ട് ഫൽതജഉ, അവരെല്ലാം കിടന്നുറങ്ങി. ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ഉറക്കം വന്നു തുടങ്ങുന്നുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു ഒട്ടകക്കട്ടിൽ അവിടെ താഴെ ഇറക്കി വെച്ചിട്ടുണ്ട്. ആ ഒട്ടകക്കട്ടിലേക്ക് മെല്ലെയൊന്ന് തലചായ്ച്ചു വെച്ചു. അറിയാതെ ഉറങ്ങിപ്പോയി. ബിലാൽ എന്നവരും ഉറങ്ങിപ്പോയി. അവരെല്ലാം ഉറങ്ങി. സുബഹിക്ക് വാങ്ക് വിളിച്ചതറി, വാങ്ക് അവർ കേൾക്കില്ല, മരുഭൂമിയിലാണ്. സുബഹിയുടെ നേരമായതറിഞ്ഞില്ല. ഫഗലബതുഹു ഐനാഹു ഫനാം, ബിലാൽ എന്നവരും ഗാഢമായ ഉറക്കത്തിലേക്ക് വഴുതിപ്പോയി. അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ എഴുന്നേൽക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. വഖദ് തലഅ ഹാജിബുശ് ശംസ്, സൂര്യൻ ഉദിച്ചുയർന്നിട്ടുണ്ട്. സുബഹി ഖളാ ആയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഒരു തീരുമാനമായിരുന്നു അത്. ഉറക്കം കൊണ്ട് മൻ ഗലബതുഹുൻ നൗമു, ഉറക്കം ഒരാളെ അതിജയിച്ചാൽ അതുകൊണ്ട് നിസ്കാരം ഖളാ ആയി പോവുകയോ വൈകി പോവുകയോ ചെയ്യുന്നത് കൊണ്ട് അല്ലാഹു അവർക്ക് ശിക്ഷിക്കുകയില്ല എന്ന മസ്അല ഉമ്മത്തിനെ പഠിപ്പിക്കാൻ ഹബീബായ നബി തങ്ങൾക്കുണ്ടായ അനുഭവമാണത്. അന്നത്തെ സുബ്ഹി സ്വഹാബിമാർക്കും നബി തങ്ങൾക്കും നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. അതിന്റെ സമയത്ത് കിട്ടിയില്ല. ഗലബതുഹു ഐനായി, നബി തങ്ങൾ ഉറങ്ങുകയാണ്. ആ സമയം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ എന്നവരും ഉണർന്നു. നബി തങ്ങളുടെ അരികത്തേക്ക് വന്നു. തങ്ങൾ എങ്ങനെയാ വിളിക്കുക? ഉമർ എന്നവർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നിങ്ങനെ പറഞ്ഞപ്പോ നബി തങ്ങൾ ഉണർന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ചോദിച്ചു, യാ ബിലാൽ ഐനമാ ഖുൽത, ബിലാലേ
നിങ്ങൾ ആ പറഞ്ഞതൊക്കെ എവിടെ പോയി? നിങ്ങളുടെ വാക്ക് കേട്ടല്ലേ ഞങ്ങൾ കിടന്നത്. ബിലാലെ, നിങ്ങളല്ലേ വിളിച്ചുണർത്തുമെന്ന് പറഞ്ഞത്? എന്തേ ബിലാലെ, എന്ത് പറ്റി? അല്ലാഹുവിന്റെ റസൂലിനോട് ബിലാൽ എന്നവർ സങ്കടത്തോടെ പറഞ്ഞു, മാ ഉൽഖിയത അലയ്യ നൗമതുൻ മിസ്ലുഹാ ഖത്തു. നബിയേ, ഇങ്ങനെ ഒരു ഉറക്കം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാനങ്ങ് ഉറങ്ങിപ്പോയി നബിയേ, ഉറങ്ങാൻ ഉദ്ദേശിച്ചതല്ല. നബി ഞങ്ങൾ അന്നേരം പറഞ്ഞ വാക്കുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ ഖബല അർവാഹകും ഹീന ശാഅ. നിങ്ങളുടെ റൂഹുകളെ അല്ലാഹു പിടിച്ചു വെച്ചു നിങ്ങൾ ഉറങ്ങിയപ്പോൾ. വറദ്ദഹാ അലൈക്കും ഹീന ശാഅ. അവൻ ഉദ്ദേശിച്ചപ്പോൾ നിങ്ങൾക്ക് അല്ലാഹു തിരിച്ചു തന്നു. യാ ബിലാൽ, ബിലാലേ, ഖും ഫഅദ്ദിൻ ബിന്നാസി ബിസ്സലാഹ്. നമുക്ക് നിസ്കരിക്കാം ബിലാലേ, വാങ്ക് വിളിക്കൂ, നിസ്കാരം സുബ്ഹി നമുക്ക് ഖളാ വിട്ടേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് നബി തങ്ങൾ പറഞ്ഞു, നമുക്ക് ഇവിടെ നിന്ന് മാറിപ്പോകാം. ഫഇന്നഹാ വാദി ശൈത്വാൻ. ഇവിടെ പിശാചുക്കളുള്ള താഴ്വരയാണിത്, നമുക്ക് ഒരൽപ്പം മാറിയിട്ട് അവിടെ ചെന്ന് നിസ്കരിക്കാം. അവർ മുഴുവനും ജമാഅത്തായി ഹബീബിന്റെ കൂടെ നിസ്കരിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു മരുഭൂമിയിൽ വാങ്ക് വിളിച്ചു. റളിയല്ലാഹു തആല അൻ. ഹബീബിന്റെ കൂടെയുണ്ടായ അനുഭവങ്ങൾ മദീന പള്ളിയുടെ മുനാരങ്ങളിലൂടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ രണ്ട് വാക്യങ്ങളെ മനോഹരമായി വർഷങ്ങളോളം 10-22 കൊല്ലത്തോളം ഹബീബിന്റെ കൂടെ കഴിയാൻ ഭാഗ്യമുണ്ടായ ഹബീബിന്റെ കൂട്ടുകാരനും സുഹാബിയും സ്വർഗത്തിലാണെന്ന് തങ്ങൾ ഉറപ്പു നൽകുകയും ചെയ്ത ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വാങ്കലിയുടെ പുലിമയാണത്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ അന്നൊരിക്കൽ നബി തങ്ങൾ ഒരു പൊതി കണ്ടപ്പോ അതിലെന്തോ കാരക്കയാണ്. തങ്ങൾ ചോദിച്ചു, എന്താ ബിലാലെ നിങ്ങളുടെ കൈകളിലുള്ളത്? നബിയേ, അത് നാളത്തേക്ക് വേണ്ടി, നാളത്തെ ഭക്ഷണമാണ്, നാളത്തേക്ക് വേണ്ടി കുറച്ച് കാരക്ക കരുതി വെച്ചതാണ്. ബിലാലെ, നാളത്തേക്ക് വേണ്ടി കരുതി വെക്കുകയാണോ? അംഫിഖ്, നിങ്ങൾ അല്ലാഹുവിന്റെ വഴിയിൽ അത് ചെലവഴിക്കും. നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ, ഞാനുണ്ടോ, ആരുണ്ട് എന്തറിഞ്ഞു? ഇന്ന് പട്ടിണി കിടക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ അവർക്ക് ബിലാലെ നിങ്ങൾ കൊടുക്കണേ. യാ ബിലാൽ, ഇൽഖല്ലാഹ ഫഖീറൻ വലാ തൽഖഹു ഗനിയാ. ഇത് ബിലാൽ എന്നവരോട് നബി തങ്ങൾ കൊടുത്ത മനോഹരമായൊരു ഉപദേശമാണ്. ബിലാലെ, നാളെ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ പോകുന്ന നേരത്ത് ഒരു ദരിദ്രനായി കണ്ടുമുട്ടലാണ് ഒരു പണക്കാരനായി കണ്ടുമുട്ടുന്നതിനേക്കാൾ നല്ലത്. ഇൽഖല്ലാഹ ഫഖീറാ വലാ തൽഖഹു ഗനിയാ. ഒരുപാട് പൈസയുള്ള മുതലാളിയായിട്ടല്ല ബിലാലെ അള്ളാഹിന്റെ അടുത്തേക്ക് പോകേണ്ടത്, നിങ്ങൾ ഫഖീറായി പോയിക്കോളൂ ബിലാലെ എന്ന് പറഞ്ഞപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു ഹബീബിനോട് ചോദിച്ചു, ഖുൽതു വകൈഫ ലീ ബിദാലിക യാ റസൂലല്ലാഹ്. നബിയേ, അല്ലാഹുവിന്റെ അരികത്ത് ഫഖീറായി ചെല്ലാൻ എന്താ നബിയേ ഞാൻ ചെയ്യേണ്ടത്? ഖാല, ഹബീബ് ഉപദേശിച്ചു, ഇദാ റുസിഖ്ത ഫലാ തുഖബ്ബി. ബിലാലെ, നിങ്ങൾക്ക് അല്ലാഹു വല്ലതും തന്നാൽ അത് പൂഴ്ത്തി വെക്കരുത്, അത് സൂക്ഷിച്ചു വെക്കണ്ട. വഇദാ സുഇൽത ഫലാ തംന. നിങ്ങളോട് ആരെങ്കിലും വന്ന് വല്ലതും ചോദിച്ചാൽ കൊടുക്കാതിരിക്കരുത്, നിങ്ങൾ കൊടുക്കണം. നിങ്ങളുടെ സമ്പത്ത് കുമിഞ്ഞുകൂട്ടി വെക്കണ്ട, അല്ലാഹുവിന്റെ വഴിയിലേക്ക് ചെലവഴിച്ചോളൂ. ഖുൽതു, ഞാൻ ചോദിച്ചു, വകൈഫ ലീ ബിദാലിക യാ റസൂലല്ലാഹ്. നബി, അതെങ്ങനെയാ സാധ്യമാവുക? ഖാല ഹുവ ദാക വഇല്ലാ ഫന്നാർ. അതങ്ങനെ തന്നെ ബിലാലെ, അങ്ങനെ തന്നെ. ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കണേ. നിങ്ങളുടെ കൈകളിലുള്ളത് കുമിച്ചു കൂട്ടുകയും വേണ്ട, പാവങ്ങൾക്ക് കൊടുത്തു വിട്ടേടമേ. വഇല്ലാ ഫന്നാർ, ഇല്ലെങ്കിൽ അല്ലാഹുവിന്റെ ശിക്ഷയായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ബിലാൽ ഇബ്നു റബാഹ് തങ്ങളോട് പറഞ്ഞ അനുഭവങ്ങൾ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ എന്നവരുടെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കഅബാലയത്തിന്റെ ഉള്ളിലേക്ക് നബി തങ്ങൾ കയറിയ ഒരു നേരമുണ്ട്. ഇസ്ലാം മക്കയെ ജയിച്ചടക്കിയ കാലത്തിന് ശേഷം മക്കാ വിജയം നടന്നപ്പോ, إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا.
മഹാനായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ആ കഅബാലയത്തിന്റെ ഉള്ളിലും പുറത്തുമായി 360 ബിംബങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലത്ത് കഅബാലയത്തിന്റെ ഉള്ളകം നബി തങ്ങൾ വൃത്തിയാക്കുകയാണ്. ആ പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഇബാദത്തിന്റെ ആ ഒരു ദേവാലയം, അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടുത്തുയർത്തിയത് ഏകദൈവ വിശ്വാസത്തിന് വേണ്ടിയായിരുന്നു, ബിംബാരാധനക്കായിരുന്നില്ല. ഹബീബായ നബി തങ്ങൾ കഅബാലയത്തിന്റെ വാതിൽ കട്ടിലിൽ നിൽക്കുകയാണ്. യാ ബിലാൽ അസ്കിതിന്നാസ്, ബിലാലേ ജനങ്ങളോട് മിണ്ടാണ്ടിരിക്കാൻ പറയണം, നിശബ്ദരായിരിക്കാൻ പറയണം. നബി തങ്ങൾ സംസാരിക്കാൻ പോവുകയാണ്. ആ ജംഇൽ യൗമുൽ ജംഇൽ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് തങ്ങളാണ് ജനങ്ങളെ നിശബ്ദരാകണം, പ്രവാചകർ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബ് മക്കയിലെ കഅബാലയത്തിന്റെ വാതിൽ പടിയിൽ നിന്നുകൊണ്ട് സംസാരിച്ച ആ നേരം, ഖുറൈശികളോട് ചോദിച്ച നേരം, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യാൻ പോകുന്നുവെന്നാ നിങ്ങൾക്ക് തോന്നുന്നത്? അൻതുമുത്തുലഖാ, പൊയ്ക്കോളൂ, നിങ്ങളെ ഞാൻ വെറുതെ വിടുന്നു. ലാ തഥരീബ അലൈക്കുമുൽ യൗം, there is no revenge, നിങ്ങളോട് പ്രതികാരമില്ല, നിങ്ങളോട് ഞാൻ പ്രതികാരം ചോദിക്കുകയല്ല, എല്ലാവരും പൊയ്ക്കോളൂ, ഞാൻ നിങ്ങൾക്ക് മാപ്പ് തന്നു എന്ന് ഹബീബിന്റെ പ്രഖ്യാപനം നടക്കുന്നതിന്റെ മുമ്പ് ബിലാൽ എന്നവരോടാ നബി തങ്ങൾ പറയുന്നത്, ബിലാലേ അസ്കിതിന്നാസ്, പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുകളിലേക്ക് കാലുകൊണ്ട് ചവിട്ടി കയറാൻ പോകുന്നു ഒരു മഹാനുഭാവൻ. അത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ആണ്. നമ്മുടെ ഈ സദസ്സിൽ, നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിച്ച ദർസ് വിദ്യാർത്ഥികളുടെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഈ പരിപാടിയുടെ വിജയത്തിനു വേണ്ടി നിങ്ങളൊക്കെ അഗൈതവമായ സഹായം ചെയ്യണം. ബക്കറ്റുകളുമായി വരുന്നുണ്ട്, എല്ലാവരും സഹകരിക്കണേ. സമയം കുറവായതുകൊണ്ട് ഞാനത് നീട്ടിപ്പറയല്ല. ഇൻഷാ അല്ലാഹ് സഹോദരിമാരുടെ ഭാഗത്തേക്ക് വരുന്നുണ്ട്, എല്ലാവരും നന്നായിട്ട് സഹായിക്കണം. അള്ളാഹു സ്വീകരിക്കട്ടെ. ബിലാൽ എന്നവരെ നബി തങ്ങൾ തൊപ്പി കൊടുത്ത് പറഞ്ഞയച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി തങ്ങളുടെ തൊപ്പിയാ കൊടുത്തയച്ചത് നബി തങ്ങൾ. ബിലാലെ, പെണ്ണുങ്ങളോട് സദഖ ചെയ്യാൻ വേണ്ടി പറയണേ. അതൊരു പെരുന്നാൾ ദിവസമായിരുന്നു. പെണ്ണുങ്ങളോടൊക്കെ പറയണേ, നിങ്ങളുടെ ആഭരണങ്ങൾ നൽകണം, ദീനിന് നൽകണം. നബി തങ്ങളുടെ തൊപ്പിയാ തങ്ങൾ കൊടുത്തയച്ചത്. ആ തൊപ്പിയും പിടിച്ച് ബിലാൽ റളിയല്ലാഹു അൻഹു ഒരുപാട് ആഭരണങ്ങൾ സഹോദരിമാർ സംഭാവന ചെയ്തത് മുത്ത് ഹബീബിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന ചരിത്രമുണ്ട് ബിലാൽ ഇബ്നു റബാഹ് തങ്ങളുടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ സഹോദരിമാർ ആ മാതൃകയിലേക്ക് ഉൾക്കൊള്ളും, അതിലേക്ക് ആ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ നമുക്കെല്ലാവർക്കും. അള്ളാഹുവിന്റെ ദീനിന് ബിലാൽ തങ്ങളോട് നിങ്ങളുടെ ഉപദേശം അതാണ്, ബിലാലെ എടുത്തു വെക്കണ്ട, ബിലാലെ കൊടുത്തോളൂ. ബിലാലെ, നാളെ അള്ളാഹുവിനെ ധനികനായിട്ടല്ല കണ്ടുമുട്ടേണ്ടത്, ഫഖീറായിട്ടാണ് കണ്ടുമുട്ടേണ്ടത്. നിങ്ങളുടെ സമ്പാദ്യം അള്ളാഹുവിന് വേണ്ടി കൊടുക്കണേ എന്ന് നബി തങ്ങൾ പഠിപ്പിച്ച ഹദീസ് നമ്മൾ ഇപ്പൊ കേട്ടിരിക്കുകയാണ്. എല്ലാവരും സഹകരിക്കണേ. അള്ളാഹു വിജയിപ്പിക്കട്ടെ, അള്ളാഹു വിജയിപ്പിക്കട്ടെ. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ കഅബാലയത്തിന്റെ മുകളിലേക്ക് ഒരാളെ കയറാൻ വിടുന്നു. ആ കയറുന്നത് എത്യോപ്യക്കാരനായിരുന്ന ബിലാൽ എന്നവർ എത്യോപ്യയിൽ പോയിട്ടില്ല. ബിലാൽ എന്നവരുടെ വാപ്പ റബാഹ് എന്നവരും ഉമ്മയായ ഹമാമ എന്നവരും രണ്ടുപേരും എത്യോപ്യയിൽ നിന്ന് വന്നവരാണ്. പക്ഷെ ബിലാൽ എന്നവർ മക്കക്കാരനാണ്, മക്കയിലാണ് ജനിക്കുന്നത്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു കഅബാലയത്തിന്റെ മുകളിലേക്ക്, പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുകളിലേക്ക് കയറി നിൽക്കുകയാണ്. ഇസ്ലാം മക്കയെ ജയിച്ചടക്കിയ നേരം ഖുറൈശികളൊക്കെ മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കുമായിരുന്നു. അവര് പറയുമായിരുന്നു, മക്കയെങ്ങാനും വിജയിക്കുകയാണെങ്കിൽ, മക്കയെങ്ങാനും മുത്തുനബി തങ്ങളുടെ കൈകളിലേക്ക് വരികയാണെങ്കിൽ ഈ ദീൻ സത്യമാണെന്ന് വിശ്വസിക്കാം. ജൂതന്മാർ, മദീനയിലെ ജൂതന്മാരും ക്രിസ്ത്യാനികളും മക്കക്കാരായ ബഹുദൈവ വിശ്വാസികളോട് പറഞ്ഞു കൊടുത്തിരുന്നൊരു വാക്കാണത്. ദഊ, മുഹമ്മദ് നബി തങ്ങളെയും അവിടുത്തെ ആശയങ്ങളൊക്കെ ഇപ്പൊ വിട്ടേക്ക്. അവര് ഇൻ ഗലബു അലാ മക്ക, മക്ക അവര് ജയിച്ചടക്കിയാൽ അത് സത്യദീനാണെന്ന് ഉറപ്പാണ്. പിന്നെ കളി കാര്യമാണ്. അതുവരെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോ, മക്കയെങ്ങാനും ജയിച്ചടക്കിയാൽ പിന്നെ നിങ്ങൾ ഹബീബിന്റെ കൂടെ കൂടണേ, അത് സത്യപ്രവാചകനാണ്. ഇത് ബോധ്യപ്പെട്ട നേരമാണത്. ആ പരിശുദ്ധമായ നേരത്ത് തൊലികറുത്തതിന്റെ പേരിൽ അടിമകളാക്കി വെച്ചിരുന്ന ഖുറൈശികള്
പ്രമാണിമാരായ ആളുകൾ ആരോഗ്യമുള്ളവരെ ആരോഗ്യമില്ലാത്ത പാവങ്ങൾ അടിക്കുകയും പ്രഹരിക്കുകയും അവരുടെ കയ്യിലെ സമ്പാദ്യങ്ങൾ പിടിച്ചു വാങ്ങുകയും ചെയ്തിരുന്ന ക്രൂരന്മാരായ ആളുകൾ നോക്കി നിൽക്കുകയാണ്. മഹാനായ നബി തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് കഅബാലയത്തിന്റെ മുകളിലേക്ക് കയറാൻ പറയുന്നത്. ബിലാൽ എന്നിവർ കയറുകയാണ്. ഖുറൈശികൾ നോക്കി നിൽക്കുന്നു. എത്രയോ സുമുഖന്മാരായ സ്വഹാബിമാർ കൂട്ടത്തിലുണ്ട്. മഹാനായ ദഹിയത്തുൽ കൽബി തങ്ങളെ പോലെയുള്ള അതിമനോഹരമായ ശരീര സൗന്ദര്യമുള്ള ആളുകളുണ്ട്. മഹാനായ ജരീർ ഇബ്നു അബ്ദുല്ലാഹിൽ ബജലി, യൂസുഫ് സ്വഹാബ, സ്വഹാബികളിലെ യൂസുഫ് നബി എന്നറിയപ്പെടുമായിരുന്ന മഹാനായ ജരീർ ഇബ്നു അബ്ദുല്ലാഹിൽ ബജലിയെ പോലെയുള്ള ആളുകളുണ്ട്. എന്നാൽ കഅബാലയത്തിന്റെ മീതെ കയറി വാങ്ക് വിളിക്കാനുള്ള അധികാരം, ആ ഒരു മനോഹരമായ സാഹചര്യം കൈവരുന്നത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനാണ്. കഅബാലയത്തിന്റെ മുകളിൽ കയറി അവിടുന്ന് ഒരു വാങ്ക് വിളിച്ചു. ആ വാങ്കിന്റെ ഒരു മറുവശം കിടക്കുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അൽ-അഹദുൽ ഇബ്രാഹിമിയിലാണ്. ഇബ്രാഹിം നബിയുടെ കാലത്ത് മുടങ്ങിയ തൗഹീദിന്റെ ശബ്ദം ഒരിക്കലൂടെ കഅബാലയത്തിന്റെ മുകളിൽ നിന്ന് മുഴങ്ങാൻ പോകുന്നു. വാങ്കുലയുടെ പൊലിമയാണ് അവിടെ അലയടിക്കാൻ പോകുന്നത്. ആ സൗഭാഗ്യം കിട്ടിയ മഹാൻ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. പക്ഷേ ഒരു അത്ഭുതം നടന്നു. ആ സമയത്ത് മക്കയിലെ നല്ല ഗായകനായിരുന്ന, ശബ്ദശുദ്ധിയുണ്ടായിരുന്ന, അക്ഷരസ്ഫുടതയുണ്ടായിരുന്ന അബൂ മഹദൂറ എന്ന് പറയുന്ന 16 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വാങ്കുലിയേക്കാളും മനോഹരമായി തനിക്ക് കൊടുക്കാൻ കഴിയുമല്ലോ എന്ന ഒരു രീതിയിൽ ഒരൽപ്പം കളിയാക്കി ചിരിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്നൊരു ചെറിയ കുട്ടിയാണവരെ, നല്ല പാട്ടുകാരനാണ്. മക്കക്കാരൊക്കെ എന്തിനും അവരെയാണ് വിളിക്കുക. അപ്പോ അബൂ മഹദൂറ തങ്ങൾക്കൊരു തോന്നൽ, ഞാനിവിടെ ഉണ്ടായിരിക്കെ എത്യോപ്യക്കാരനായ അടിമയായ ബിലാൽ ഇബ്നു റബാഹ് എന്നവരെ എന്തിനാണ് നബി തങ്ങൾ വിളിക്കുന്നത്? എനിക്കതിന് കഴിയുമല്ലോ. ബിലാൽ റളിയല്ലാഹു അൻഹുവിന് അക്ഷരങ്ങളിൽ ചില അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ പ്രയാസമുണ്ടായിരുന്നു. ഷീൻ അക്ഷരം അഷ്ഹദു എന്ന് പറയേണ്ടിടത്ത് അസ്ഹദു എന്നായി പോകും. മനഃപൂർവ്വമല്ല, ഷ എന്ന് പറയാൻ പ്രയാസമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കാരണം അവരുടെ എത്നിസിറ്റി അറബിയല്ലല്ലോ, അവർ എത്യോപ്യക്കാരാണ്. അതുകൊണ്ട് ബിലാൽ എന്നവർക്ക് ചെറിയൊരു പ്രയാസമുണ്ട് ചില അക്ഷരങ്ങൾക്ക്. അബൂ മഹദൂറ അതൊക്കെ കണ്ടുകൊണ്ട് ചിരിക്കുകയാണ്. കൂടെയുള്ള ചില ആളുകളും ചിരിക്കാൻ തുടങ്ങുന്നു. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ അത് കണ്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വാങ്കുലി കഴിഞ്ഞു. ബിലാൽ റളിയല്ലാഹു അൻഹു താഴെ ഇറങ്ങി. മുത്തുനബി തങ്ങൾ ചോദിച്ചു അബൂ മഹദൂറ തങ്ങളോട്, അബൂ മഹദൂറ, ഈ രംഗം അബൂ മഹദൂറ തങ്ങൾ പറയുന്നുണ്ട്. 30 കൊല്ലങ്ങൾക്ക് ശേഷം ആ സ്വഹാബി ഓർത്തെടുക്കുന്നുണ്ട്. അന്ന് നബി തങ്ങൾ എന്നെ ചീത്ത പറഞ്ഞില്ല. ഞാനന്ന് കളിയാക്കി ചിരിച്ചപ്പോ എന്നെ അടിക്കുകയോ പ്രഹരിക്കുകയോ എന്നെ ശപിക്കുകയോ ചെയ്തില്ല. ലോകത്തിന്റെ ഗുരു എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ പേര്? അബൂ മഹദൂറ. അബൂ മഹദൂറ, നിങ്ങൾക്ക് വാങ്ക് വിളിക്കാൻ അറിയോ? നിങ്ങൾക്കറിയാം, അവർക്കറിയാമെന്ന്. വാങ്ക് വിളിക്കാൻ അറിയോ? അറിയാം നബിയേ, എനിക്കറിയാം. നല്ല മനോഹരമായൊരു വാങ്ക് വിളിക്ക്, ഞാനൊന്ന് കേൾക്കട്ടെ. ബിലാൽ എന്നവരെ വാങ്ക് വിളി കഴിഞ്ഞിട്ട് താഴെ നിർത്തിയിട്ട് നബി തങ്ങൾ അബൂ മഹദൂറ തങ്ങളോട്, 16 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്, വാങ്ക് വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അബൂ മഹദൂറ തങ്ങൾ വാങ്ക് വിളിച്ചു. തങ്ങൾ പറഞ്ഞു, അബൂ മഹദൂറ, ഞങ്ങൾ മദീനയിലേക്ക് തിരിച്ചു പോകുന്നവരാണ്. ഞാനും ബിലാലും കൂടെയുള്ളവരും അൻസ്വാരികളും മുഹാജിറുകളും മദീനയിലേക്ക് പോകും. മക്കക്കാർക്ക് വാങ്ക് വിളിക്കാൻ ഒരാൾ വേണം. അൻസ മുഅദ്ദിനു മക്ക, നിങ്ങൾ മക്കക്കാരുടെ മുഅദ്ദിനാണ്, നിങ്ങൾ മക്കക്കാരുടെ വാങ്ക് വിളി നടത്തുന്ന ആളാണ്. ഇനി മുതൽ ബിലാൽ എന്നവർ ചെയ്ത മദീനയിൽ ചെയ്യുന്ന പണി നിങ്ങളാണ് മക്കയിൽ ചെയ്യേണ്ടത്. ഞാൻ നിങ്ങളെ മക്കയിലെ മുഅദ്ദിനായി നിയോഗിച്ചു എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 30 കൊല്ലം കഴിഞ്ഞു. 30 കൊല്ലം ഹറമിൽ വാങ്ക് വിളിച്ചു അബൂ മഹദൂറ തങ്ങളെ. മഹാനായ അബൂ മഹദൂറ തങ്ങൾ 46-ാമത്തെ വയസ്സിൽ മദീനയിൽ വന്നിട്ട് താബിഈങ്ങളും സ്വഹാബിമാരും ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരോട് വന്ന് കഥ പറയുകയാണ്. ഞാൻ ആലോചിച്ചു പോകുന്നു, അന്നെങ്ങാനും അല്ലാഹുവിന്റെ റസൂൽ എന്നെ ചീത്ത പറഞ്ഞിരുന്നുവെങ്കിൽ എന്റെ മനസ്സ് വേദനിക്കുകയും ഞാനൊരു പക്ഷേ ഇസ്ലാം എന്ന് വരെ ഓടിപ്പോയേക്കാം. അന്ന് നബി തങ്ങളെങ്ങാനും എന്നെ കളിയാക്കിയിരുന്നുവെങ്കിൽ
ബിലാൽ എന്നവരുടെ വാങ്കിനെ കളിയാക്കി ഞാൻ ചിരിച്ചത് ഹബീബിന് ഇഷ്ടപ്പെട്ടില്ലെന്നറിയാം. എന്നാൽ ഒരക്ഷരം അതിനെക്കുറിച്ച് എന്നോട് ചോദിക്കാതെ എന്നോട് വാങ്ക് വിളിക്കാൻ പറയുകയും ഇനി മുതൽ നിങ്ങൾ മക്കക്കാരുടെ മുഅദ്ദിനാണെന്ന് എന്നോട് ഹബീബ് എന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ മക്കയിലെ ഹറമിൽ 30 കൊല്ലം വാങ്ക് വിളിക്കാനുള്ള സൗഭാഗ്യം ഈ അബൂ മഹദൂറാക്ക് നഷ്ടപ്പെടുമായിരുന്നു. എൻ്റെ ഹബീബിന്റെ സ്വഭാവ ഗുണമാണത്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. നബിയേ, അങ്ങ് ലോകങ്ങൾക്ക് കരുണയാണ് നബിയേ. ചെറിയവർക്കും വലിയവർക്കും, തെറ്റു ചെയ്തവർക്കും ചെയ്യാത്തവർക്കും, ജീവജാലങ്ങൾക്കും ജന്തുജാലങ്ങൾക്കും നിർജീവ വസ്തുക്കൾക്കുമെല്ലാം ലോകങ്ങൾക്ക് റഹ്മത്താണ് നബിയേ അങ്ങെന്ന് അള്ളാഹു പറഞ്ഞത് എത്ര സത്യമാണ്. ഹബീബായ നബി ഞങ്ങൾ അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ, എന്നെ അങ്ങ് ശിക്ഷിക്കുകയോ എന്നെ ശപിക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ പരിശുദ്ധമായ മക്കയിൽ ഒരു ഇബാദത്തിന് 1,00,000 കൂലി കിട്ടുന്ന മക്കയിൽ 30 കൊല്ലം വാങ്ക് വിളിക്കാനും അത്രയും കാലം ജമാഅത്തായി മക്കയിലെ ഹറമിൽ നിസ്കരിക്കാനും എനിക്ക് ഭാഗ്യമുണ്ടായല്ലോ. എൻ്റെ തെറ്റുകളോട് നബി തങ്ങൾ സമീപിച്ചത് വളരെ പോസിറ്റീവായിട്ടായിരുന്നു. അതാണ് ഹബീബിന്റെ പ്രത്യേകത. ഒരു മനുഷ്യന്റെ നന്മയാണ് കാണുക, തിന്മയല്ല കാണുക. മനുഷ്യന്റെ നന്മയാണ് കാണേണ്ടത്. ആ ഒരു സൗഭാഗ്യമുണ്ടായ മക്കയിലെ മുഅദ്ദിനാണ് അബൂ മഹദൂറ റളിയല്ലാഹു തആല അൻഹു. മദീനയിൽ ബിലാൽ എന്നവരെ, ബിലാൽ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഇന്നമാ അന ഹബശിയുൻ കുൻതു ബിൽ അംസി അബ്ദാ. ഞാൻ എത്യോപ്യക്കാരനാണ്, ഇന്നലെ ഞാനൊരു അടിമയായിരുന്നു എന്നും പറയും ബിലാൽ എന്നവര്. കുൻതു ഹബശി, ഇന്നമാ അന ഹബശിയുൻ, ഞാൻ എത്യോപ്യക്കാരനാണ്. കുൻതു ബിൽ അംസി അബ്ദാ, ഇന്നലെ വരെ ഞാൻ അടിമയായിരുന്നു. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മനോഹരമായ വാങ്കൊലി പരിശുദ്ധമായ മദീന പള്ളിയിൽ മുഴങ്ങുന്ന നേരം സ്വഹാബിമാർ എഴുന്നേറ്റിരിക്കും. ആ ഒരു വാങ്കുവിളി കേൾക്കുമ്പോൾ കുട്ടികൾ പോലും എഴുന്നേറ്റിരിക്കും ആവേശം കൊണ്ട്. മനോഹരമായിരുന്നു ആ വാങ്കൊലി. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എത്ര മനോഹരം! അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, അല്ലാഹുവാണ് ഏറ്റവും മഹോന്നതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ വാങ്കിന്റെ ഏറ്റവും മർമ്മമായ ഭാഗം 12 അക്ഷരങ്ങളെ കൊണ്ടുണ്ടായ ആ വാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ വാക്യത്തിനും ഒരു അത്ഭുതമുണ്ട്. മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനാ നമ്മൾ അല്ലാഹുവിനോട് ദുആ ഇരക്കേണ്ടത്. അല്ലാഹുമ്മ ജഅൽ ആഖിറ കലാമിനാ ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു കലിമ കൊണ്ട്, കലിമയുടെ വചനമുച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം ഈ സദസ്സിൽ വന്ന നമ്മൾ ഓരോരുത്തർക്കും, നമ്മുടെ സഹോദരിമാർക്ക്, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യ സന്തതികള്, നമ്മുടെ കൂട്ടുകാരെ, നമ്മെ സഹായിക്കുന്നവരെ, നമ്മളെ സ്നേഹിക്കുന്നവരെ, അഹ്ലുസുന്നയുടെ പ്രവർത്തകന്മാരെ, അല്ലാഹുവിന്റെ ദീനിന്റെ ഖാദിമീങ്ങള്, എല്ലാ മുഅ്മിനാത്തുകൾക്കും ആ സൗഭാഗ്യം റബ്ബേ നീ നൽകണേ തമ്പുരാനേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം. വാങ്കിന്റെ ആ ഒരു വാക്യത്തിന്റെ ഒരു അത്ഭുതം കൂടെ നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. സൂറത്ത് മുഹമ്മദിലെ 19ാമത്തെ ആയത്താണ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വല്ലാഹു യഅലമു മുതഖല്ലബകും വമത്വാകും. സൂറത്ത് മുഹമ്മദിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ പേരിലുള്ള സൂറയാണത്. ആ സൂറയിലെ ആയത്തുകൾ അവസാനിക്കുന്നത് ഹും ഹും എന്ന വാക്കുകളിലും മത്വാക്കും എന്ന വാക്ക് മീമിൽ അവസാനിക്കുന്ന ഒരുപാട് ആയത്തുകളുള്ള സൂറത്ത് മുഹമ്മദ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ളലു മാ ഖുൽതു വന്നബിയ്യൂന മിൻ ഖബ്ലി. ഞാനും എൻ്റെ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹയാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം.
ആ വാക്യമാണ് ഈ ലോകത്തുനിന്ന് മരിച്ചു പോകുമ്പോൾ അവസാനമായി ഒരാൾ പറഞ്ഞാൽ അവർക്ക് സ്വർഗമുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞത്. ഇത് സ്വർഗത്തിന്റെ ചാവിയാണ്, സ്വർഗത്തിന്റെ താക്കോലാണിത്. അത് ചൊല്ലിയവന് സ്വർഗം കടക്കാൻ കഴിയും. അതല്ലേ മൻ കാന ആഖിറു കലാമിഹി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്നah. അതൊരു സൗഭാഗ്യമല്ലേ? എത്ര മഹത്തുക്കളാണ് അങ്ങനെ കലിമ ചൊല്ലി മരിക്കുന്നത്. മഹാനായ ശംസുൽ ഉലമയെ നമ്മൾ ഓർക്കുമ്പോൾ അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയുമോ? ഫാത്തിമ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് അവസാന ശ്വാസം വലിക്കുമ്പോൾ മഹാനായ ശൈഖുനയുടെ അവസാനത്തെ വാക്ക് സുബ്ഹിയുടെ വാങ്കിന് ഇജാബത്ത് കൊടുത്തുകൊണ്ടാണ് വഫാത്തായത്. ജീവിച്ചിരിപ്പുള്ള തെളിവുകൾ അതിനുണ്ട്. എൻ്റെ ഒരു ഉസ്താദ് അവിടെ ഉണ്ടായിരുന്നു, ഞങ്ങളെ പഠിപ്പിച്ച ഒരു ഉസ്താദ് മഹാനായ ശൈഖുനയ്ക്ക് ഖിദ്മത്തിനുണ്ടായിട്ടുണ്ട് അവിടെ. ഞങ്ങൾ അറിയുന്ന ദാറുൽ ഹുദയുടെ അടുത്തൊരു ബന്ധുവുണ്ട്, അലവി ഹാജി, അദ്ദേഹം അവിടെയുണ്ട്. ഫാത്തിമ ഹോസ്പിറ്റലിന്റെ മുതലാളി അബ്ദുള്ള ഹാജി ഇന്നും ജീവിച്ചിരിപ്പുള്ള ആളാണ്. എത്രയോ ആളുകൾ അതിന് സാക്ഷിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മുഅദ്ദിൻ പറഞ്ഞപ്പോ അതിന് മറുപടിയായി ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ മഹാനായ ശൈഖുന ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ എന്നും നമ്മൾ വിളിക്കുന്ന മഹാനായ ശംസുൽ ഉലമ എന്ന് നമ്മൾ ആദരവോടെ വിളിക്കുന്ന മഹാനുഭാവൻ അവസാനം ഉച്ചരിച്ചത് വാങ്കിന് മറുപടിയായി പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് നമ്മൾ പറയുന്നത്, വീമ്പിളക്കുന്നവരൊന്നും വീമ്പിളക്കണ്ട. വീമ്പിളക്കാനുള്ള സമയം വഫാത്തായി കഴിഞ്ഞതിന് ശേഷമേ പറ്റൂ. വഫാത്തായി കഴിയുമ്പോഴേ എന്തായിരുന്നു ജീവിതമെന്ന് മനസ്സിലാക്കാൻ കഴിയൂ. അല്ലാഹു ഉഖറവിയായ ജീവിതം അല്ലാഹു നമുക്കൊക്കെ നൽകട്ടെ. കലിമ, ആ കലിമത്ത് തൗഹീദിലായി വഫാത്താകാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്നah. അതുകൊണ്ടാണ് ദുനിയാവിലെ ഒരു സ്ഥാനമാനം പറഞ്ഞും ആർക്കും അഹങ്കരിക്കാൻ പാടുള്ളതല്ല. ഒരാളും അഹങ്കരിക്കേണ്ട. ദുനിയാവിലെ സ്ഥാനമാനങ്ങൾക്കൊന്നും ഒരു ലെവലേശം അല്ലാഹുവിന്റെ അടുത്ത് വിലയുണ്ടോ? ജനാഹ ബഊലത്തിൻ, ഒരു കൊതുകിന്റെ ചിറകിനോളം അതിന് വിലയുണ്ടോ? മരണനേരത്ത് കലിമ ചൊല്ലാൻ ഭാഗ്യമുണ്ടെങ്കിൽ അവരാണ് മുസ്ലിം, അവരാണ് മുഅ്മിൻ. നിശാനെ മർദെ മുഅ്മിൻ ബാതു ഗോയം ചൂം മർഗ് ആമദ് തബസ്സും ബർ ലബസ്. क्या मैं एक മുസൽമാൻ ഈമാൻദാർ की അലാമത്ത് ബതാऊं. ഇഖ്ബാലിന്റെ ജീവിതത്തിൽ അവസാനം അദ്ദേഹം ചൊല്ലിയ കവിതയാണ്, അത് പേർഷ്യൻ ഭാഷയിലാണ്. നിശാനെ മർദെ മുഅ്മിൻ, മുഅ്മിൻ മർദ് की അലാമത്ത് ബാതു ഗോയം क्या मैं तुम्हें बता दूं. ആരാണ് മുഅ്മിൻ എന്ന് ഞാൻ പറഞ്ഞിരട്ടെ. ചൂം മർഗ് ആമദ്, जब मर्ग आएगा, मौत आएगी, तबस्सुम पर लबस, उसके होंठों पर तबस्सुम होगी, मुस्कुराहट होगी. जिसके होंठों पे मुस्कुराहट हो मरते वक्त वही मुअ्मिन है. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് നൽകട്ടെ. എന്നിട്ട് മതി വേമ്പളക്കലൊക്കെ, എന്നിട്ട് മതി അവകാശവാദങ്ങളൊക്കെ. ചെറിയവർക്കും വലിയവർക്കൊക്കെ ഈമാൻ രക്ഷപ്പെട്ട് കിട്ടണം. അതിന് അല്ലാഹുവിനോട് ദുആയിരക്കിന് അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. അങ്ങനെ ഒരു സ്വർഗപ്രവേശനത്തിന്റെ താക്കോലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്കിൽ ആ വാക്കിന് അത്ഭുതം കാണില്ലേ? ആ വാക്കിന് അത്ഭുതം വേണ്ടേ? വേണം. ആ വാക്കുകൊണ്ടാണ് വാങ്കുലി അവസാനിക്കുന്നത്. വാങ്കുലിയുടെ പൊലിമ എന്നതാണ് നമ്മുടെ വിഷയവും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത്ഭുതം എന്താണെന്നറിയോ? 3 അക്ഷരം കൊണ്ടാണ് ഈ വാക്യമുണ്ടായത്. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ 3 അക്ഷരങ്ങളേ ഉള്ളൂ. അത് ആവർത്തിച്ചതാണ്. ഏതാണ് ആ 3 അക്ഷരങ്ങൾ? അലിഫ്, ലാം, ഹാ. ഈ 3 അക്ഷരമേ അല്ലാഹ് എന്ന വാക്കിലും ഉള്ളൂ. അള്ളാന്റെ ഇസ്മിന് ഉപയോഗിച്ച 3 അക്ഷരങ്ങളെ കൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, there is no god worthy of worship except Allah. ഒരു സെന്റൻസ് ആണത്. നമ്മൾ വെല്ലുവിളിക്കുകയാണ് ഏതെങ്കിലും ഒരാൾക്ക് അവനവന്റെ പേരിൽ ഉപയോഗിച്ച അതേ അക്ഷരങ്ങൾ ഉപയോഗിച്ച് വേറെ ഒന്നും ഉപയോഗിക്കരുത്. തന്നെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റുമോ? തന്നെ പറ്റി ഞാൻ ഇന്ന ആളാണ്, അള്ളാഹുവിനെ പറ്റി പറയാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിനുപയോഗിച്ചത് അള്ളാന്റെ ഇസ്മിലെ 3 അക്ഷരങ്ങളാണ്. ലാം, അലിഫ്, ഹാ. അല്ലാഹ് എന്നതിലും 3 അക്ഷരങ്ങളാണ്. ഈ 3 അക്ഷരങ്ങളെ കൊണ്ടുണ്ടായ ജുംലയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖുർആനൊക്കെ പോട്ടെ, ഖുർആൻ കൊണ്ടുവരാൻ കഴിയൂല്ലേ? വെല്ലുവിളിയുടെ കിടക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് സമാനമായി അള്ളാഹുവിന്റെ ഇസ്മിന്, ആ ഇസ്മിന് ഉപയോഗിച്ച അക്ഷരങ്ങളെ കൊണ്ടുണ്ടായ ഈ വാക്യം പോലെ
അവനവൻ്റെ പേരിനുപയോഗിച്ച അക്ഷരങ്ങളെ കൊണ്ട് അവനവനെ പറ്റി ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ കഴിയോ ആർക്കെങ്കിലും? ഇതൊരു വെല്ലുവിളിയാണ്. കഴിയില്ല. അതും ഈ അക്ഷരത്തിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലയുടെ ആശയ വൈപുല്യം അതിന് ഉൾക്കൊള്ളാൻ കഴിയോ? എന്താണ് അതിൻ്റെയൊക്കെ ആശയം? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വല്ലാഹു യഅലമു മുതഖല്ലബകും വമത്വാകും. ഭാഷാപരമായ ലിംഗ്വിസ്റ്റിക് റിട്ടോറിക് ബ്യൂട്ടി നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അല്ലാഹു എന്ന ഇസ്മിൽ നിന്ന് ഇസ്മുൽ ജലാലയിലെ അല്ലാഹുവിന്റെ മഹത്തരമായ ഇസ്മുൽ അഅ്ളമിലെ മൂന്നക്ഷരമായ അലിഫ് ലാം ഹാ കൊണ്ട് അല്ലാഹുവിനെ സംബന്ധിച്ചുണ്ടാക്കിയ അല്ലാഹുവിനെ കുറിച്ചുള്ള ജുംലയാണ് നമ്മുടെ ഷഹാദത്തിന്റെ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് സ്വർഗത്തിന്റെ താക്കോലായ വാക്ക്. അത് ചൊല്ലിയാൽ സ്വർഗം തുറന്നു കിടക്കാം. അത്ഭുതമല്ലേ? അല്ലാഹുവും ലാ ഇലാഹ ഇല്ലല്ലയും ഒരേ ധാതുവിൽ നിന്നുണ്ടായതാണ്. വാങ്കൊലിയുടെ അവസാനം നമ്മളതാണ് പറയുന്നത്. ഇത് അത്ഭുതമാണ്. മൂന്നക്ഷരങ്ങളാണ് ഇത് ഉണ്ടാക്കിയത്. മൂന്ന് അക്ഷരങ്ങളെ കൊണ്ട്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. 19 എന്ന അക്കം ഖുർആനിൽ അത്ഭുതമുള്ളൊരു അക്കമാണ്. ദ നമ്പർ 19. അതിനെ സംബന്ധിച്ചൊരു ഒരു ക്ലാസ് നമ്മൾ ദുബൈയിൽ ഉണ്ടായിരുന്നു. ചെന്നൈയിലുണ്ടായിരുന്നു, പക്ഷേ ദുബൈയിലുണ്ടായിരുന്നു ആദ്യത്തെ കഴിഞ്ഞ റമദാനിൽ. അതിൻ്റെ ബാക്കി വിഷയം ചെന്നൈയിലുണ്ടായിരുന്നു. 19 എന്ന അക്കത്തിൻ്റെ ഒരു മഹാത്ഭുതം. സൂറത്തുൽ മുദ്ദസിറിലാണ്. നരകത്തിൻ്റെ കാവലാളുകൾ 19 അലൈഹാ 19 വമാ ജഅൽനാ ഇദ്ദതഹും. ആ എണ്ണത്തിനൊരു അത്ഭുതമുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞ ഖുർആനിൽ മാത്തമാറ്റിക്കൽ വണ്ടർ, കണക്കുമായി ബന്ധപ്പെട്ട മഹാത്ഭുതങ്ങൾ കിടക്കുന്നത് 7ഉം 19നെയും ബന്ധപ്പെടുത്തിയാണ്. അതിനെ സംബന്ധിച്ച് 2 ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട്. വേറെയും നിങ്ങൾക്ക് ഒരുപാട് വായിച്ച് പരിചയം ഉണ്ടായിരിക്കും. അത് ഞാനിത് ആവർത്തിക്കല്ല. അള്ളാഹുവിന്റെ ഇസ്മിനെ പറഞ്ഞ ഈ ആയത്ത് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ ആയത്ത് സൂറത്ത് മുഹമ്മദിലെ 19ാമത്തെ ആയത്താണ്. 19ാമത്തെ ആയത്താണ്. ഈ ആയത്തിൽ ഉപയോഗിച്ച വാക്കുകളും 19ആണ്. നോക്കൂ, ഈ ആയത്തിൽ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാതി വല്ലാഹു യഅലമു മുതഖല്ലബകും വമത്വാകും. 19 വാക്കുകളെ കൊണ്ട് അല്ലാഹു ഉണ്ടാക്കിയ 19ാമത്തെ ആയത്തായി സൂറത്ത് മുഹമ്മദിൽ വന്ന ആയത്ത്. അതിലാണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അല്ലാഹു വെച്ചിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഈ വാക്കിന്റെ ഒരു അത്ഭുതം. അതുകൊണ്ടാണ് വാങ്കുൽ അവസാനിക്കുന്നത്. വാങ്ക് അവസാനിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് 19മായി ബന്ധപ്പെട്ട മഹാത്ഭുതങ്ങൾ കിടക്കുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓരോന്നിലെ അക്ഷരങ്ങൾ നോക്കൂ. ലാ 2 അക്ഷരം, ഇലാഹ 3, ഇല്ല 3, അല്ലാഹ് 4. ഏതാണോ നമ്മൾ എഴുതുന്നത് അതാണ് നമ്മൾ എഴുതുന്നതാണ് നമ്മൾ എണ്ണുന്നത്. 2, 3, 3, 4. അതിന് നമ്മൾ ഇവിടെ നിന്ന് ചിരിക്കുന്നു നോക്കിയാൽ 4332 എന്ന വാക്യങ്ങളെ നേർക്കുനേരെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എത്ര അക്ഷരങ്ങളുണ്ട് ഓരോന്നിന്റെ ലാഇന്റെ താഴെ 2, ഇലാഹിന്റെ താഴെ 3, ഇല്ല 3, അല്ലാഹ് 4. 4, 3, 3, 2. ഈ 4, 3, 3, 2 19ന്റെ ഗുണിതമാണ്. 12 times 19 times 19 is equal to 4332. 12നെ 19 കൊണ്ട് ഗുണിച്ച് വീണ്ടും 19 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ്. ഇല്ലല്ലയിൽ ഹാ ഉച്ചരിച്ചിരിക്കുന്നത്. This book is a handicraft of Rasulullah himself, the messenger himself, or is this a book revealed from Allah? If you doubt about the origin of this book, നാടും നമുക്കുള്ള വിജയം അതാണ്. ഭൗതികമായ മറ്റു സാഹചര്യങ്ങളൊക്കെ ലക്ഷം വരുന്നു, അതിന്റെ വോട്ട് കാര്യങ്ങളൊക്കെ വേണം, ഇസ്സത്ത് വേണോ, നമ്മൾ അല്ലാഹുവിലേക്ക് തിരിഞ്ഞു നടക്കണം. اللهم ردنا والمسلمين إلى دينك ردا جميلا. اللهم خذ بأيدينا ونواصينا إليك. اللهم أعزنا وأعز جندك وكلمتك إلى يوم الدين. الله ഉമ്മത്തിന് ഇസ്സത്ത് നൽകട്ടെ. നമ്മൾ അല്ലാഹുവിലേക്ക് നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുകയും നമ്മൾ 5 നേരത്തെ നിസ്കാരം നിലനിർത്തുകയും നമ്മൾ ദാക്കിറുകളും ആബിദീങ്ങളുമായി മാറുകയും ചെയ്താൽ ഈ ഉമ്മത്തിന് വേണ്ടി ബാക്കിയുള്ളതെല്ലാം അല്ലാഹു തരപ്പെടുത്തി കൊടുക്കുന്നതാണ്. അതാണ് അസാസിയാത്ത്.
അതാണ് നമ്മുടെ അടിസ്ഥാന വിഷയങ്ങൾ. ഉമർ റളിയല്ലാഹു അൻഹു മസ്ജിദുൽ അഖ്സായിലേക്ക് കടക്കുന്നു. അല്ലാഹു അവിടേക്ക് എത്താൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഞാനൊരു യാത്രയിൽ അടുത്ത ആഴ്ച ഇവിടെ കാസർഗോഡ് തന്നെ, അത് കഴിഞ്ഞ് ഉള്ള വെള്ളിയാഴ്ച ജുമുഅ ഇൻഷാ അല്ലാഹ് മസ്ജിദുൽ അഖ്സയിൽ കൂടാനുള്ള ഒരു പ്ലാനിങ്ങിലായിട്ടാണ് ഞങ്ങൾ യാത്ര പോകുന്നത്. 2-ാം തീയതി ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്കൊക്കെ അവിടെ എത്തിപ്പെടാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. മസ്ജിദുൽ അഖ്സ ഒരു വല്ലാത്ത മനോഹരമാണ്. മിഅ്റാജ് നടന്ന സ്ഥലല്ലേ? ഹബീബിൻ്റെ പരിശുദ്ധമായ ശരീരത്തോട് ചേർന്ന് നിന്ന ഹബീബിൻ്റെ ഷഅർ മുബാറക് മസ്ജിദുൽ അഖ്സയുടെ ഇപ്പുറത്തുള്ള ഖുബ്ബത്തുസ് സുഖ്റയിൽ സൂക്ഷിച്ചു വെച്ചത് കാണാൻ കഴിയും. ആ പാറയിൽ നിന്നാണ് ഹബീബായ നബി തങ്ങൾ ആകാശത്തേക്ക്. അവിടെ ഇന്നും സുഗന്ധമാണ്, കൈവച്ച് നമുക്ക് വാസനിക്കാം. എന്തെന്നില്ലാത്ത സുഗന്ധമാണ് അവിടെ. സുബ്ഹാനല്ലാഹ്. അൽ മഗാറ, ആ ഒരു ഗുഹയുടെ ആ ഒരു പാറക്കെട്ടിൻ്റെ മുകളിൽ നിന്നാണ് ഹബീബിന് ഇസ്രാ ഉണ്ടായത്. അവിടെയാണ് ബുറാക്കിനെ കെട്ടിയിട്ട് അടയാളം ഇന്നുമുണ്ട്. അവിടെ ഒരു വട്ടക്കണ്ണിയുണ്ട്. മസ്ജിദുൽ അഖ്സയുടെ ആ പള്ളിയുടെ മുറ്റത്തിന് വലതുഭാഗം താഴത്തേക്ക് ഇറങ്ങിയാൽ കാണാൻ കഴിയും. മഹാനായ മുഹമ്മദ് അലി ജൗഹർ തങ്ങളുടെ ഖബർ അവിടെയുണ്ട്. ഒരുപാട് ആയിരക്കണക്കിന് ശുഹദാക്കൾ അവിടെ കിടക്കുകയാണ്. ആ മണ്ണിനെ ശത്രുക്കളുടെ കൈകളിൽ നിന്ന് അല്ലാഹു മോചിപ്പിക്കട്ടെ. അല്ലാഹു അത് മുസ്ലിമീങ്ങളുടെ കൈകളിലേക്ക് അതിൻ്റെ പരമാധികാരം നൽകട്ടെ. നമ്മൾ ദുആയിരക്കുകയാണ്. ഇസ്രായേൽ ഭരണാധികാരികളുടെ അവരുടെ ആ ഒരു വളരെ കടുത്ത നിയന്ത്രണത്തിൽ ആണ് അവിടെ ജുമുഅക്ക് നടക്കുന്നത്. അല്ലാഹു തആല ലോക മനുഷ്യർക്ക് സമാധാനം നൽകട്ടെ. ലോക രാജ്യങ്ങളിൽ സമാധാനം ഉണ്ടാവട്ടെ. നമ്മുടെ രാജ്യത്തും സമാധാനം അല്ലാഹു നിലനിർത്തിത്തരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. മസ്ജിദുൽ അഖ്സായിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു കയറുകയാണ്. റളിയല്ലാഹു അൻഹു. ബൈത്തുൽ മുഖദ്ദസിന്റെ ഈ മോചനം ഖിയാമത്തിന്റെ അടയാളങ്ങളിലുണ്ടെന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് 10 മണിയാകുമ്പോഴേക്ക് എല്ലാം അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഞാൻ ഇൻഷാ അല്ലാഹ് വിഷയാവതരണം ഒരു 12-13 മിനിറ്റ്, ഒരു 15 മിനിറ്റിനുള്ളിൽ അവസാനിപ്പിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അല്ലാഹു തആല നമ്മുടെ മക്കളൊക്കെ പരീക്ഷയ്ക്കിരിക്കുകയാണ്. അവർക്കൊക്കെ ഉന്നത വിജയം അല്ലാഹു നൽകട്ടെ. നമ്മളിവിടെ നിയമപാലകന്മാർ അവർക്ക് റൂൾസ് ഉണ്ട്, നമ്മളത് പാലിക്കാൻ കടപ്പെട്ടവരാണ്. എന്നാലും ഇങ്ങനെ ഒരു റോഡ് സൈഡിൽ വളരെ മനോഹരമായൊരു പ്രോഗ്രാം ചെയ്യാൻ അവർക്ക് ചെയ്തു തന്ന അവരുടെ സഹകരണം, അതിൻ്റെ കോപ്പറേഷൻ, നമ്മളവരോട് നന്ദി പറയാണ്. നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ആർക്കുമില്ലാത്ത വിധത്തിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് പരിപാടിയുടെ സമാപനത്തിലേക്ക് കടക്കാൻ സമയമായി. ഉമർ റളിയല്ലാഹു അൻഹു ബിലാൽ എന്നവരെ വിളിച്ചു. ബിലാലേ, അപ്പോഴേക്കും നബി തങ്ങൾ വഫാത്തായി 8 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ബിലാലെ, നിങ്ങളാ വാങ്കൊന്ന് വിളിക്കുമോ? പറ്റില്ല നടന്നവരെ, പറ്റില്ല. പറയരുതെന്നോട്. ബിലാൽ, ഇത് മസ്ജിദുൽ അഖ്സയാണ്. ഇവിടെ വാങ്ക് വിളിച്ചിട്ട് എത്ര കാലമായി? പരിശുദ്ധ ഹബീബിന്റെ കാലത്ത് ഹബീബായ നബി തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങ് വാങ്ക് വിളിച്ച പോലെ ഒന്ന് വാങ്ക് വിളിക്കുമോ? അമീറുൽ മുഅ്മിനീനെ, എന്നൊന്ന് ഒഴിവാക്കി തരുമോ? ഉമർന്നവർ താണുകയാണ് പറയാ, ഒന്ന് വാങ്ക് കൊടുക്ക് ബിലാലെ, നിങ്ങൾ വാങ്ക് വിളിക്കണം. സ്വഹാബിമാര് പറഞ്ഞു, യാ ബിലാൽ ഇത്തഖില്ലാഹ് സഅലക അമീറുൽ മുഅ്മിനീൻ. ബിലാലെ, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണ്ടേ? അമീറുൽ മുഅ്മിനീൻ അല്ലേ നിങ്ങളോടാ പറയുന്നത്. കേട്ടൂടെ? ഒന്ന് വാങ്ക് വിളിച്ചൂടെ? എന്നാ പിന്നെ കൊടുക്കാം. ഹബീബ് വഫാത്തായതിൽ പിന്നെ ആദ്യമായി വാങ്ക് വിളി ഉയരുകയാണ് മസ്ജിദുൽ അഖ്സയുടെ മുകളിൽ നിന്ന്. മഹാനായ സ്വലാഹുദ്ദീൻ അയ്യൂബി കുരിശ് യുദ്ധങ്ങളിലൂടെ ആ പരിശുദ്ധമായ മണ്ണിനെ മോചിപ്പിച്ച ചരിത്രം ആവർത്തിക്കാൻ പോകുന്നതിന്റെ മുമ്പ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലത്ത് ആ പരിശുദ്ധമായ പള്ളി മുനാരങ്ങളിലൂടെ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വാങ്ക് വിളിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ കൂടെയുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സ്വഹാബിമാർ കരയാൻ തുടങ്ങി. وكان أشدهم بكاء أمير المؤمنين عمر بن الخطاب رضي الله تعالى عنه. സ്വഹാബിമാർ കരയാൻ തുടങ്ങി. കിബാറു സ്വഹാബ കരയുകയാണ്. സ്വഹാബകളിലെ പ്രമാണിമാരായ പ്രഗത്ഭരായ മുഴുവൻ ആളുകളും കരയുന്നു. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വാങ്കൽ ഉയരുന്നു.
എത്രയോ വർഷങ്ങൾക്ക് പിന്നിലേക്ക് അവർ സഞ്ചരിച്ചു കഴിഞ്ഞു. ഹബീബിന്റെ യുഗത്തിലേക്ക് അവർ നീങ്ങിക്കഴിഞ്ഞു. അരിഹ്നാ ബിഹായ ബിലാൽ, ബിലാലെ നിങ്ങൾ ആ വാങ്കൊന്ന് വിളിക്കണേ, ആ വാങ്കിന്റെ ശബ്ദം കൊണ്ടൊരു സമാധാനം നൽകണേ എന്ന് ഹബീബ് പറഞ്ഞ കാലം ചരിത്രത്തിലേക്ക് അവർ തിരിഞ്ഞു നോക്കുകയാണ്. കൂട്ടക്കരച്ചിലായിരുന്നു അന്ന്, കൂട്ടക്കരച്ചില്. അതിനുശേഷം ബിലാൽ എന്നവര് പിന്നെ വാങ്ക് വിളിച്ചില്ല. ഷാമിൽ മഹാനവറുകൾ ഒറ്റക്ക് തന്റെ ഭാര്യ ഹിന്ദ് റളിയല്ലാഹു അൻഹയുടെ കൂടെ താമസിച്ചു കൊണ്ടിരിക്കുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന് മദീന മുനവ്വറയിലെ രാജകുമാരൻ നമ്മുടെ മെഹബൂബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങൾ ബിലാൽ എന്നവരെ വിളിക്കുകയാണ്, മദീനയിലേക്ക് വിളിക്കുന്നു. സ്വപ്നദർശനത്തിലൂടെ സ്വപ്നദർശനമുണ്ടാകുന്നു. ബിലാൽ എന്നവർ ഹബീബിന്റെ വഫാത്തിന് ശേഷം പിന്നെ മദീനയിലേക്ക് പോയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ മദീനയിൽ നിന്ന് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സാറഹു വജ്ഹുർ റസൂൽ, ഹബീബായ നബി തങ്ങളുടെ പരിശുദ്ധമായ മുഖം സ്വപ്നത്തിൽ കാണുകയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരി തങ്ങൾ കൊണ്ടുവന്ന ഹദീസിലുണ്ടല്ലോ, മൻ റആനി ഫിൽ മനാമി ഫസൗഫ യറാനി ഫഇന്ന ശൈത്വാന ലാ യതമസ്സലു ബി. വേറെയും വാക്കുകളിൽ ഈ ഹദീസ് വന്നിട്ടുണ്ട്. ഹബീബിനെ കാണുന്നവർ ഹബീബിനെ തന്നെയാണ് കാണുന്നത്. ഹബീബിനെ കാണുന്നവർ ഹബീബിനെ തന്നെയാണ് കാണുന്നത്. റസൂലുള്ളാഹി തങ്ങൾ ഒരു ചോദ്യം ചോദിക്കുന്നു. ബിലാൽ തങ്ങൾ സന്തുഷ്ടനാണ്, ഹബീബിനെയാണ് കാണുന്നത് സ്വപ്നത്തിൽ. ഹബീബിനെ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ മിൻ ലൈലത്തിൻ ഇല്ലാ വഅറാ ഹബീബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാം. ഹബീബായ തങ്ങൾക്ക് 10 കൊല്ലം ഖിദ്മത്ത് ചെയ്ത അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, എൻ്റെ ഹബീബിനെ സ്വപ്നം കാണാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഹബീബിന്റെ വഫാത്തിന് ശേഷം അനസ് റളിയല്ലാഹു അൻഹു എല്ലാ രാത്രിയിലും സ്വപ്നം കണ്ടിട്ടുണ്ട് ഹബീബിനെ. എന്തൊരു ഭാഗ്യമാണത്. മാ മിൻ ലൈലത്തിൻ ഇല്ലാ വഅറാ ഹബീബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് കരയുമായിരുന്നു മഹാനായ അനസ് റളിയല്ലാഹു അൻഹു. ഹബീബായ നബി തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നു ബിലാൽ എന്നവര്. എന്താണാവോ ഹബീബിന് പറയാനുള്ളത്? എത്രയാണ് ഹബീബിന്റെ കൂടെ യാത്ര ചെയ്തത്? എത്ര നേരമാണ് ഹബീബിന്റെ കൂടെ നടന്നത്? അരിഹ്നാ ബിഹായ ബിലാൽ, വാങ്ക് വിളിക്കുന്ന മുഴുവൻ ആളുകളും അബ്ശിറൂ, സന്തോഷിച്ചോളൂ, അത് ബിലാൽ തങ്ങളുടെ ലെഗസിയാണ് നിങ്ങൾ കൈമാറ്റം നടത്തുന്നത്. ആ പാരമ്പര്യമാണ് നിങ്ങൾ കൊണ്ടു നടക്കുന്നത്. ഹബീബിന് ഇഷ്ടമായിരുന്നു അത്. വാങ്ക് വിളിയുടെ ശബ്ദം ഉയരുന്നിടത്ത് പിശാച് പോലും ഓടിക്കളയുമെന്ന് ഹബീബല്ലേ പറഞ്ഞത്. പൈശാചിക ശല്യമുള്ളിടത്ത് വാങ്ക് വിളിക്കാനല്ലേ മഹാനായ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത്. അത്രയും മനോഹരമായ ആ ഒരു വാങ്കുലി മദീനയിൽ മുഴക്കി ഹബീബിന്റെ വഫാത്ത് നടന്നപ്പോൾ മദീന വിട്ട് ഷാമിലേക്ക് പോയ മഹാനായ ബിലാൽ എന്നവരെ സ്വപ്നത്തിൽ വന്ന് സന്ദർശിക്കുന്നു ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഹബീബിന് ബിലാൽ എന്നവരോട് പറയാനുള്ളതെന്നറിയുമോ? മരിച്ചു കഴിഞ്ഞാൽ എല്ലാം തീർന്നു എന്ന് വിചാരിക്കുന്ന ആളുകള് ഹജ്ജിന് പോയാൽ പോലും ഹബീബിനെ മദീനയിൽ ചെന്ന് കണ്ട് സലാം പറയാൻ മനസ്സ് വരാത്ത ദൗർഭാഗ്യമുള്ള ആളുകളെ ഒന്ന് ചെവി തുറന്ന് കേൾക്കണേ. നിങ്ങൾ മുസ്ലിമീങ്ങളാണെങ്കിൽ, ഈമാനുണ്ടെങ്കിൽ അത്ര മതി. ഹബീബിന് എന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്നവരെ, 1,00,000 കൂലി മക്കത്തല്ലേ മദീനത്ത് 1000 ഉള്ളൂ എന്ന് ചോദിക്കുന്നവരെ, മക്കത്ത് 1,00,000 ഉണ്ടെന്ന് നിനക്ക് പറഞ്ഞു തന്നതാരാണ്? മദീനയിൽ കിടക്കുന്ന ഹബീബല്ലേ. അവിടത്തോട് നന്ദി വേണ്ടേ, നന്ദി വേണ്ടേ? ഹബീബായ നബി തങ്ങൾ ബിലാൽ എന്നവരോട് സ്വപ്നത്തിൽ വന്ന് ചോദിക്കുകയാണ്, ഹജർതനായ ബിലാൽ മാ ഹാദിഹിൽ ജഫാഉ യാ ബിലാൽ അമാ തസൂറുനാ. ബിലാലേ, നിങ്ങൾ എന്നോട് പിണങ്ങിയോ ബിലാലേ? ഹജർതന, എന്നെ ഒഴിവാക്കിയോ ബിലാലേ? മാ ഹാദിഹിൽ ജഫാഉ യാ ബിലാൽ, എന്താ ബിലാലേ ഈ പിണക്കം? എന്താണ് ഈ പിണക്കം? അമാ തസൂറുനാ, അമാ തസൂറുനാ, എന്നെ വന്ന് കാണാൻ വരുന്നില്ലേ ബിലാലേ? നിങ്ങൾ എന്താണ് എൻ്റെ അരികത്തേക്കൊന്ന് വരാത്തത്? ഹബീബ് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം.
ലോകപ്രശസ്തമായ സംഭവമല്ലേ ഇത്? മുഅർരിഖീങ്ങൾ മുഴുവൻ ആളുകളും രേഖപ്പെടുത്തിയ സംഭവമല്ലേ ഇത്? യാ മൻ യഇസ്സു അലൈനാ അൻ നുഫാരിഖഹും വിജ്ദാനുനാ കുല്ല ശൈഇൻ ബഅദകും അദമു. ബിലാലേ, എന്നെ കാണാൻ എന്താ വരാത്തത്? എന്നോട് സലാം പറയാൻ എന്താ വരാത്തത്? എന്റെ റൗദയിലേക്കൊന്ന് വന്ന് സലാം എന്താ പറയാത്തത്? ഹബീബിന് പിണക്കം തോന്നി. എന്റെ ബിലാൽ എന്തേ എന്നെ കാണാൻ വരാത്തത്? ആ രാത്രിക്ക് രാത്രി എഴുന്നേറ്റു ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. നോക്കുമ്പോൾ സുബ്ഹിയായിട്ടില്ല. വേഗം വുദു എടുത്തു, 2 റക്അത്ത് നിസ്കരിച്ചു. അങ്ങനെ കരയാൻ തുടങ്ങി. ഭാര്യ ചോദിച്ചു, എന്താണ് ബിലാലെ നിങ്ങൾ ഇന്ന് എഴുന്നേറ്റിരുന്ന് കരയുന്നത്? എന്റെ ഹബീബ് എന്നോട് ചോദിച്ചു, ബിലാലെ, വർഷങ്ങൾ എത്രയായി നിങ്ങൾ മദീനയിൽ വന്നു പോയിട്ട്, നിങ്ങൾ എന്താണ് എന്നെ കാണാൻ വരാത്തത് ബിലാലെ? ഞാൻ മദീനത്തേക്ക് പോവാണ്. 2000-ഓളം കിലോമീറ്റർ യാത്ര ചെയ്യണം. ഫ്ലൈറ്റുകളില്ല, ബസ്സുകളില്ല, കാറില്ല, ഒട്ടകപ്പുറത്തോ നടന്നിട്ടോ വേണം പോകാൻ. മദീന വരെ ഞാൻ പോകുന്നു. ഈ പോക്ക് ഹബീബ് വിളിച്ചുള്ള പോക്കാണ്. മരണാനന്തരം ഹബീബിന്റെ സ്വപ്നത്തിൽ വന്നുള്ള വിളിയാണിത്. ഈ ഉമ്മത്തിന് തർബിയത്ത് ചെയ്യുകയാണ് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തുൽ ഫജ്ർ, സുബ്ഹി നിസ്കാരം കഴിഞ്ഞു. സുബ്ഹി നിസ്കാരം കഴിഞ്ഞു. ബിലാൽ എന്നവർ യാത്ര പുറപ്പെടുകയാണ്. ഒട്ടകം ഒരുക്കി വെച്ചു. ഞാൻ പോകുന്നു മദീനയിലേക്ക്. ഈ പോക്ക് വെറുതെയുള്ള പോക്കല്ല. മദീനയിലെ അമീർ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കാണാനുള്ള പോക്കല്ല. ഈ പോക്ക് ഹബീബിനോട് സലാം പറയാനുള്ള പോക്കാണ്. ഇത് റൗള ഷരീഫിൽ ചെന്ന് മുത്തം നൽകാനുള്ള പോക്കാണ്. ഇത് ഹബീബിന്റെ പരിശുദ്ധമായ നെറ്റിത്തടം സാധ്യമല്ല. ആ പരിശുദ്ധമായ റൗളയിൽ ചെന്ന് ഹബീബിനോട് 1000 സലാം അടുത്തെന്ന് പറയാനുള്ള പോക്കാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഹബീബിന്റെ ജീവിതം അയവിറക്കാനുള്ള പോക്കാണ്. മദീനയിലേക്ക് യാത്ര തിരിച്ചു മുഅദ്ദിനു റസൂലില്ലാഹ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ദിവസങ്ങളെടുത്തുള്ള യാത്ര. 40 ദിവസം കഴിഞ്ഞിട്ടാണ് മദീനയിൽ എത്തുന്നത് എന്നാലോചിക്കണം. 40 ദിവസത്തെ യാത്ര. വൺ സൈഡാണ് 40, തിരിച്ച് 40, തിരിച്ചു പോകണം. ആ പരിശുദ്ധമായ യാത്രക്കൊടുവിൽ മദീനയിൽ വന്നു. മദീനയിലെത്തുമ്പോൾ അത് സുബ്ഹി നേരമാണ്. പള്ളിയിൽ ആരുമില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു ഒറ്റക്ക്. നോക്കുമ്പോൾ സുബ്ഹിക്ക് വാങ്ക് വിളിക്കാൻ നേരമായിട്ടുണ്ട്. ജസല്ലാഹു ത്വരീഖ ഇലൈക ഖൈറൻ വഇൻ കുന്നാ തഅബ്നാ ഫിത്ത്വരീഖി. എത്ര ദൂരം വഴി നടന്നിട്ടാണ് ഈ വരുന്നത്. ആ വഴിയിലെ ക്ഷീണമെല്ലാം മറന്നു. ആരെ കാണാനാണ് ഈ പോകുന്നത്? സ്നേഹഭാജനമായ മെഹബൂബായ റസൂലുള്ളാഹ്. ഇദാ സ്വഹ മിൻകൽ വുദ്ദു ഫൽകുല്ലു ഹയ്യിനുൻ വഫൗഖല്ലദി വകുല്ലുല്ലദി ഫൗഖത്തുറാബി തുറാബു. വളരെ മനോഹരമായ കവിതയാണത്. ഇദാ സ്വഹ മിൻകൽ വുദ്ദു ഫൽകുല്ലു ഹയ്യിനുൻ വകുല്ലുല്ലദി ഫൗഖത്തുറാബി തുറാബു. സ്നേഹം, അനുരാഗം, ആ ആത്മീയമായ പ്രേമം അത് സത്യസന്ധമാണ്. ഇദാ സ്വഹ മിൻകൽ വുദ്ദു ഫൽകുല്ലു ഹയ്യിനുൻ. സ്നേഹം സത്യസന്ധമാണെങ്കിൽ ആ സ്നേഹത്തിനിടയിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്യാൻ എളുപ്പമാണ്. ഇത് ഭൗതികമായ അന്യ പെണ്ണിനോടൊരു അന്യാണിന് തോന്നുന്ന നിസ്സാരമായ പൈശാചികമായ സ്നേഹത്തെക്കുറിച്ചല്ല പറയുന്നത്. ഇദാ സ്വഹ മിൻകൽ വുദ്ദു ഫൽകുല്ലു ഹയ്യിനുൻ. ഭൗതികമായ മനുഷ്യ ശരീരത്തോട് തോന്നുന്ന പൈശാചികമായ ഒരു അനുരാഗത്തിനപ്പുറത്ത് ആത്മാവിനോട് സ്നേഹിക്കുന്നത്, ആത്മികമായ ലോകത്ത് മനുഷ്യൻ നടത്തുന്ന സ്നേഹത്തിന്റെ സാഗരത്തിൽ ഊളിയിട്ടാറുന്നത്. മഹാനായ ബിലാൽ തങ്ങൾക്ക് മണ്ണിന്റെ മീതെയുള്ള എന്തും പിന്നെ മണ്ണ് പോലെ നിസ്സാരമാണ്. എല്ലാം തരണം ചെയ്ത് ഹബീബിന്റെ മദീനയിലേക്ക് വന്നിരിക്കുന്നു. ഹാദിഹി ത്വയ്ബ, ഹാദിഹി ത്വയ്ബ, ഹാദിഹി ത്വയ്ബ. المدينة تنفي خبثها كما تنفي الكير خبث الحديد. തുരുമ്പിയ ഇരുമ്പിനെ തീയിൽ വെച്ച് ഉലയിൽ വെച്ച് കാച്ചിയെടുത്താൽ
ഇരുമ്പിന്റെ തുരുമ്പ് ഇല്ലാതെയായി പോകുന്ന പോലെ മദീനയോട് യോജിക്കാത്ത മുഴുവൻ മാലിന്യങ്ങളെയും മദീന തുടച്ചു മാറ്റും. മദീനയിലെത്തുന്നത്, പരിശുദ്ധമായ ഹബീബിന്റെ മദീനയിലെത്തുന്നത്, ഈമാനിന്റെ വെളിച്ചത്തിൽ അവിടെ സംഗമിക്കാൻ കഴിയുന്നത് മദീനയുടെ മണ്ണിനോട് സമഞ്ജസമായി മേളിക്കുന്ന ഈമാനിന്റെ വെളിച്ചമാണത്. അതാണ് അതിന്റെ അടയാളം. ബിലാൽ എന്നവർ പള്ളിയിലേക്ക് കയറുന്നു. ഹബീബായ നബി തങ്ങളെ എത്രയാണ് മെഹ്റാബിൽ ബിലാൽ എന്നവർ കണ്ടത്. അവിടെ ഹബീബി പുറത്ത് കിടക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൂടെയുണ്ട് ഒരാൾ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇപ്പുറത്ത് കിടക്കാനുള്ള ഉമർ എന്നവർ ജീവിച്ചിരിപ്പുള്ള കാലമാണിത്. ബിലാൽ ഇബ്നു റബാഹ് എന്നവര് സുബഹിയുടെ വാങ്കിന് കാത്തിരിക്കുകയാണ്. മുഅദ്ദിന് വരുന്നില്ല. നോക്കണം അല്ലാഹുവിന്റെ ഒരു തീരുമാനം. അന്ന് വരാനുള്ള മുഅദ്ദിൻ ഉറങ്ങി, ഉറക്കിൽ പെട്ടുപോയി, ഉറങ്ങി എണീറ്റിട്ടില്ല. പള്ളിയിലാണെങ്കിൽ ആരും വന്നിട്ടില്ല. ബിലാൽ തങ്ങൾ 40 ദിവസത്തെ യാത്ര കഴിഞ്ഞ് പള്ളിയിലേക്ക് കയറുന്നത് സുബഹിക്ക് മുമ്പ്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, മുനാരത്തിന്റെ സ്റ്റെപ്പുകൾ അങ്ങ് കയറി ചെന്നു. ഹബീബായ നബി തങ്ങളുള്ള കാലത്ത് താഴെ വീട്ടിൽ ഹബീബിരിക്കുമ്പോ മനോഹരമായി വിളിച്ചിരുന്ന വാങ്കൊലി ഒരിക്കലൂടെ വിളിക്കാൻ മുഅദ്ദിൻ വരാത്തതിന്റെ പേരിൽ അത് അല്ലാഹു ചെയ്ത ഒരു തീരുമാനം. ബിലാൽ എന്നവരാരും പറയാതെ മദീന പള്ളിയുടെ മുനാരത്തിലേക്ക് കയറുകയാണ്. അന്ന് സുബഹിക്ക് സ്വഹാബിമാര് ഞെട്ടിത്തെരിച്ചു പോയി. ബിലാൽ എന്നവർ വരുന്നതാരും ഓർത്തില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മനോഹരമായ വാങ്കിന്റെ ശബ്ദം മദീനയിൽ മുഴങ്ങുകയാണ്. അത് രാത്രിയുടെ നിശബ്ദതയാണ്. പ്രഭാത സൂര്യൻ ഉദിക്കാനും മണിക്കൂറേ ബാക്കിയുള്ളൂ. സുബ്ഹയായി തുടങ്ങിയിരിക്കുകയാണ്. അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് വിളിച്ചു പറയുന്ന പരിശുദ്ധമായ സുബ്ഹയുടെ വാങ്കുലിയാണത്. മഹാനായ ബിലാൽ എന്നവരെ വാങ്കാരംഭിച്ചു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് 2 തവണ പറഞ്ഞപ്പോഴേക്കും മദീനയുടെ ചുറ്റുമുള്ള ഹബീബിന്റെ പള്ളിക്ക് ചുറ്റുമുള്ള വീടുകളിൽ നിന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും കരച്ചിലായിട്ട് പുറത്തു വരുന്നു. ആരാണ് ഈ വാങ്ക് വിളിക്കുന്നത്? ബിലാലോ? ബിലാൽ വന്നോ, തിരിച്ചു വന്നോ? ഹബീബ് വഫാത്തായതിൽ പിന്നെ ഇനി ഒരിക്കലും ഞാൻ മദീനത്ത് നിൽക്കുന്നില്ല, എനിക്ക് നിൽക്കാൻ കഴിയില്ല, കരയാതിരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു പോയ ബിലാൽ തിരിച്ചു വന്നോ എന്ന് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സ്വഹാബിമാരും സ്വഹാബിയാത്തുകളും വീട്ടിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ്. ആ വാങ്കുലി കേട്ടപ്പോ ഓരോരുത്തരും കരച്ചില് ഓടിക്കൂടുന്നു, പള്ളിയുടെ അരികത്തേക്ക് വരുന്നു. ബിലാൽ എന്നവരെ പറയാൻ തുടങ്ങി, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അഷ്ഹദു അന്ന മുഹമ്മദൻ. ആ വാക്ക് പൂർത്തിയാകുമ്പോഴേക്കും ബോധരഹിതനായി വീഴുകയാണുണ്ടായത്. ബോധരഹിതനായി വീണു ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ബോധരഹിതനായി വീണു. വാങ്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. സ്വഹാബിമാരോടി വന്നു. ആ മുനാരത്തിൽ നിന്ന് ബിലാൽ എന്നവരെ താങ്ങി പിടിച്ചാണ് കൊണ്ടുവന്ന് പരിശുദ്ധമായ പള്ളിയുടെ റൗദയിൽ കൊണ്ടുവന്ന് കിടത്തിയത്. ബിലാൽ ഇബ്നു റബാഹ് എന്നവരെ. എന്തായിരുന്നു ആ അനുരാഗം? എന്താണ് ആ സ്നേഹം? എന്താണ് ആ സ്നേഹം? ഹബീബായ നബി തങ്ങളെ പിൻപറ്റലാണ് സ്നേഹം. തീർച്ചയായും അവ്വലൻ വആഖിറൻ അൽ ഇത്തിബാഉ ഹിയൽ മഹബ്ബ. ഹബീബിനോടുള്ള ഇത്തിബാ, അത് ആ സ്നേഹം, നബിയെ പിൻപറ്റൽ തന്നെയാണ്. എന്നാൽ അത് മാത്രമാണോ? സ്വഹാബിമാർ ഹബീബിനോട് കാണിക്കുന്ന ഈ അനുരാഗത്തിന്റെ പ്രതിഫലനങ്ങൾ ഒന്ന് ഓർത്തു നോക്കൂ. മഹാനായ ഉമർ എന്നവരെ റളിയല്ലാഹു അൻഹു ഹബീബ് വഫാത്ത എന്ന് പറഞ്ഞാൽ തല ഞാൻ വെട്ടിയെടുക്കുമെന്ന് പറഞ്ഞ വാക്ക് നമുക്ക് മറക്കാനായോ? ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വാങ്കൊലിയുടെ അഷ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറയാൻ കഴിയാതെ, ഹബീബിന്റെ പേരുച്ചരിക്കാൻ കഴിയാതെ ബിലാൽ റളിയല്ലാഹു അൻഹു ബോധം കെട്ടു വീണുപോയി മദീനയുടെ പള്ളിയിൽ. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ബോധം തെളിഞ്ഞു. ഹബീബായ നബിയുടെ റൗളയിൽ കുറെ നേരം ഇരുന്നു. സ്വഹാബികളൊക്കെ നോക്കി നിൽക്കുകയാണ്. ബിലാൽ എന്നവർക്ക് 10-67 വയസ്സായിട്ടുണ്ടപ്പോഴേക്കും അവിടെ കുറെ നേരം ഇരുന്നു.
കുറെ കരയുന്നുണ്ട്, എന്തൊക്കെയോ ചൊല്ലുന്നുണ്ട്. ഹബീബിനോടുള്ള ആത്മഹർഷം അറിയിക്കുകയായിരിക്കാം. ഇത് ഹബീബ് വിളിച്ചു വന്ന വരവാണിത്. ഇത് ഹബീബ് നേരിട്ട് വിളിച്ചതാണിത്. തിരുസവിധത്തിലേക്ക് ഹബീബ് നേരിട്ട് വിളിച്ച വിളിയാണിത്. ആ വിളി നിരസിക്കാനാവുമോ? ബിലാൽ എന്നവരവിടെ കടന്നു വന്നു. ഹബീബിന്റെ റൗളയിൽ ഒരുപാട് നേരം ഇരുന്നു. എന്തൊക്കെയോ ചൊല്ലിപ്പറയുന്നുണ്ട്. ഒരുപാട് നിസ്കരിച്ചു. ആ മിഹ്റാബും മിമ്പറും ഒക്കെ ഒന്ന് നോക്കി. ഹബീബിന്റെ കൂടെ കഴിഞ്ഞ കാലമൊക്കെ ഓർത്തിരിക്കുകയാണ്. ജന്നത്തുൽ ബഖീഉണ്ട്, അവിടെ ചെന്ന് സിയാറത്ത് ചെയ്യുന്നു. കൂട്ടുകാരൊരുപാട് അവിടെ കിടക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ദുആ ചെയ്തു. ബിലാൽ ഇബ്നു റബാഹ് എന്നവർ ഹബീബിനോട് യാത്ര പറഞ്ഞ് ഷാമിലേക്ക് തിരിച്ചു പോകുന്നു. ബിലാൽ ഇബ്നു റബാഹ് മുഅദ്ദിനു ഹാദിഹിൽ ഉമ്മ, മരണശയ്യയിൽ കിടക്കുകയാണ്. വഫാത്ത് ആസന്നമായ നേരത്തെ കവിത പോലെ മനോഹരമായ വാക്യങ്ങൾ ചൊല്ലിയ ആളാണ് ബിലാൽ എന്നവരെ. തന്റെ ഭാര്യ ഹിന്ദ് റളിയല്ലാഹു അൻഹാ, ഇത് ഹിന്ദ് ബിൻത് ഉത്ബയല്ല, അത് അബൂ സുഫിയാൻ എന്നവരുടെ ഭാര്യ, മറ്റൊരു ഹിന്ദ്. ബിലാൽ എന്നവരുടെ ഭാര്യയായ ഹിന്ദ് റളിയല്ലാഹു അൻഹാ, ബിലാൽ എന്നവർക്ക് സക്കറാത്ത് വന്നപ്പോൾ കരഞ്ഞുപോയി. യാ ബിലാല യാ കർബാ അലാ ഫിറാഖിക യാ ബിലാൽ. ബിലാലേ, നിങ്ങൾ എന്നെ ഒറ്റക്കാക്കി പോവുകയാണോ ബിലാലേ? അങ്ങയുടെ മരണം ഓർക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത വേദന തോന്നുന്നു എന്ന് പറഞ്ഞ് ഭാര്യ ഹിന്ദ് എന്നവർ കരഞ്ഞപ്പോ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി വരുന്നു. ഗദൻ നൽഖൽ അഹിബ്ബാ, ഗദൻ നൽഖൽ അഹിബ്ബാ മുഹമ്മദൻ വസ്വഹ്ബാ. അത് കവിതയാണെന്ന് തോന്നിപ്പോകും. ഗദൻ നൽഖൽ അഹിബ്ബാ, ഇന്ന് മരിക്കുകയാണെങ്കിൽ നാളെ നേരം പുലർന്നാൽ ഞാൻ എൻ്റെ മെഹബൂബീങ്ങളെ കാണാനല്ലേ പോകുന്നത്. എന്തിനാ കരയുന്നത്? ഇഷ്ടപ്പെട്ടവരെ കാണാൻ പോകുമ്പോൾ ആരെങ്കിലും കരയാറുണ്ടോ? ആരാണ് ആ ഹിബ്ബത്ത്? ആരാണ് ആ മെഹബൂബുകൾ? മുഹമ്മദൻ വസ്വഹ്ബാ, അത് മുഹമ്മദ് നബിയാണ്, അവിടുത്തെ സ്വഹാബികളാണ്. മരണം ആസന്നമായാൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സ്വബാഹിൻ ഇലന്നാർ എന്ന് മുആദ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്ത പോലെ, ഒരു മനുഷ്യൻ രാവിലെ മറവ് ചെയ്യപ്പെട്ടാൽ ആ രാവിലെ മുതൽ ഒന്നുകിൽ സ്വർഗമാണ് അല്ലെങ്കിൽ നരകമാണ്. അല്ലാഹു ഖബറിടം നമുക്ക് സ്വർഗമാക്കി തരട്ടെ, ഉഖ്റവിയായ ജീവിതം സന്തോഷമാക്കി തരട്ടെ. മരണപ്പെടുന്നതോടുകൂടെ ഹബീബിനെയും സ്വഹാബികളെയും കണ്ടുമുട്ടാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. ബിലാൽ എന്നവർ രണ്ട് കണ്ണും ചിമ്മി പുഞ്ചിരിച്ചുകൊണ്ടാണ് മരിച്ചത്. ഈ വാക്കുകളാണ് പറഞ്ഞത് അവസാന കാലം. ഗദൻ നൽഖൽ അഹിബ്ബാ മുഹമ്മദൻ വസ്വഹ്ബാ വലാ ഇലാഹ ഇല്ലല്ലാഹ്. എത്രയാണ് ഹബീബിന് വേണ്ടി വാങ്ക് വിളിച്ചത്. അതുകൊണ്ട് മുഅദ്ദിനുമാരെ നമ്മൾ ആദരിക്കാനും ബഹുമാനിക്കാനും കടപ്പെട്ടവരാണ്. അവർക്ക് നമ്മൾ ശമ്പളം കൊടുക്കുന്നുണ്ടാകാം. മുഅദ്ദിനുമാർ നിയ്യത്ത് അല്ലാഹുവിന് വേണ്ടിയാക്കുക. മുഅദ്ദിനെ മാത്രം കാത്തു നിൽക്കരുത്. അവർക്ക് എന്തെങ്കിലും അസൗകര്യമുണ്ടോ? ആരെങ്കിലും അവിടെ നിന്ന് വാങ്ക് അറിയുന്നവരെ മനോഹരമായത് കൊടുക്കട്ടെ. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ മുഅദ്ദിനുമാർക്ക് പ്രത്യേകമായ സ്ഥാനമുണ്ടെന്നും വെളിച്ചത്തിന്റെ കിരീടം അണിയിക്കപ്പെടുന്നുണ്ടെന്നും മനുഷ്യരിൽ ഏറ്റവും ആയം കൂടുതലുള്ളവർ, ശരീരം ഹൈറ്റുള്ളവരെ, കഴുത്തിന് ഹൈറ്റ് കൂടുതലുള്ളവര് മുഅദ്ദിനുമാരാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ ഈമാൻ ഉറപ്പിച്ചു നൽകട്ടെ, നമ്മുടെ വിശ്വാസം അല്ലാഹു ഉറപ്പിച്ചു നൽകട്ടെ. ഈ വിശുദ്ധ വചനത്തിൽ അടിയുറച്ച് സൽകർമ്മങ്ങൾ ചെയ്ത് നല്ലവരായി ജീവിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ